السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد. ഏറ്റവും ബഹുമാനരായ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, പാപവും പുണ്യവും അനന്തരഫലങ്ങൾ എന്ന ഒരു വിഷയമാണ് ഏതാനും സമയം ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കേണ്ടത്. മറ്റാമുഖങ്ങളില്ലാതെ വളരെ ഡയറക്റ്റ് വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു റമദാനിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കുന്നു. ഒരു വ്യക്തി എന്ന നിലക്ക് നമുക്ക് നമ്മെ അഴിച്ചു പണിയാനും സമഗ്രമായ പരിവർത്തനങ്ങൾ സാധ്യമാക്കാനും ഒരുപാട് അവസരങ്ങളുണ്ട് എന്നതാണ് ഇതുപോലെ ഒരു വിഷയം ചർച്ചക്കെടുക്കാനുള്ള പ്രേരകം. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ യാ ബാഗിയ ശർരി അദ്ബിർ. ആകാശത്തുനിന്ന് വിളിയുണ്ടാകുമെന്നാണ്. നന്മയുടെ എല്ലാ പ്രേരകങ്ങളും മുന്നോട്ട് വരട്ടെ, തിന്മകളെല്ലാം പിന്നിലേക്ക് എടുത്തു വെക്കട്ടെ എന്നുള്ള ആഹ്വാനം ഉണ്ടാകുമെന്ന് പഠിപ്പിക്കപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ പരമാവധി ചെയ്യാനുള്ള പ്ലാനിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. തറാവീഹൊക്കെ കുറച്ച് നിസ്കരിച്ച് എങ്ങനെയെങ്കിലും ഒരു ഖത്തം തീർത്ത് ഞായറാഴ്ച ഒരു ക്ലാസ്സിനൊക്കെ പങ്കെടുത്ത് എത്രയോ വർഷങ്ങളായിട്ടുള്ളൊരു ഷെഡ്യൂളിന് പകരം വ്യക്തിപരമായി നമുക്കിപ്പോൾ 5 നോമ്പ് കഴിഞ്ഞു, 6ാമത്തെ നോമ്പിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ 5 നോമ്പുകളെയും വിലയിരുത്തിക്കൊണ്ട് 6ാമത്തെ നോമ്പിനെ മനസ്സിലേക്ക് എടുത്തുകൊണ്ട് ബാക്കിയുള്ള നോമ്പുകളെ ജീവിതത്തിൽ ഒരിക്കലും അനുഷ്ഠിച്ചിട്ടില്ലാത്ത വിധം എങ്ങനെ മനോഹരമാക്കാം എന്ന ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. കാരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം, ഏത് കാര്യത്തെയും എല്ലാ നന്മകളെയും ഏറ്റവും വിശാലമായി ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു പുണ്യമാണ്. ഞാൻ ഇത്ര രൂപ സദഖ കൊടുക്കും, വലിയൊരു തുക നമുക്ക് സദഖ കൊടുക്കാം എന്ന് നമുക്ക് സ്വയം വിചാരിക്കാം. ആ സദഖയിലേക്ക് ഒരു പക്ഷേ ശർഈയായ ഉദറുകൾ കൊണ്ട് നമ്മൾ എത്തുന്നുണ്ടാവില്ല. എന്താണ് അവിടെ സംഭവിക്കുന്ന ഒരു ഗുണം? ഫമൻ ഹമ്മ ബി ഹസനത്തിൻ ഫലം യഅമൽഹ കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില. ഒരാൾ ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചു, ആ നന്മ അയാളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിഞ്ഞില്ല, ശർഈയായ ഉദറുകൾ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നാൽ ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത പുണ്യം എഴുതും എന്നാണ്. ചെയ്ത പുണ്യം എഴുതും. അപ്പൊ നമ്മൾ ഒരു 2 തവണ ഖുർആൻ പൂർണ്ണമായി തീർക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ എൻ്റെ ഇത്ര രൂപ ഞാൻ സദഖ കൊടുക്കും, അല്ലെങ്കിൽ ഇന്ന അദ്കാറുകൾ കൂടി ജീവിതത്തിൽ പുതിയതായി തുടങ്ങും. അപ്പൊ അദ്കാർ സബാഹും അദ്കാറുൽ മസാവും ഒക്കെ ഉണ്ട്. വലിയ പുണ്യമുള്ള, വലിയ പ്രൊട്ടക്ഷനുള്ള സംഭവമാണ്. സ്വകാര്യ ജീവിതത്തിലെ തിന്മകളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല ടൂളാണ്. എത്രയോ വർഷമായി ലൈംഗിക രംഗത്തെ ചെയ്തിയിൽ ഇടപെട്ടിരുന്ന, വളരെ വൃത്തികെട്ട രീതിയിൽ ഇടപെട്ടിരുന്ന ഒരു സുഹൃത്തിൻ്റെ ഒരു വോയിസ് ഞാൻ കേട്ടത് ഓർക്കുന്നുണ്ട്. പീസ് റേഡിയോയിലെ ആരിസ് മൗലിൻ്റെ കൂടെ നമ്മൾ സ്നേഹക്കൂട് എന്നുള്ള എപ്പിസോഡ് തുടർച്ചയായി ചെയ്തിരുന്നൊരു സമയമാണ്. അപ്പം അതിൽ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നു. വർഷങ്ങളായി നിരന്തരം ജീവിതത്തിൽ തുടർച്ചയായി ചെയ്യുന്ന തിന്മകൾ, ആ തിന്മകൾ പറിച്ചെറിയാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും? അതിൽ നിർദ്ദേശിച്ചിരുന്ന ഒരു കാര്യമാണ് അദ്കാറു സ്വബാഹ്, അദ്കാറുൽ മസാ, രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ. കാരണം ഈ അദ്കാർ സവാഹിൻ്റെ അദ്കാറുൽ മസാഇൻ്റെയും രാവിലെയും വൈകുന്നേരമുള്ള ദിക്റൊന്നും ഇങ്ങനെ അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെല്ലുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണത്. ശരിക്കും പറഞ്ഞാൽ തളർന്ന അവശനായ ഒരു മനുഷ്യന് ഒരു തണൽ മരം കൊടുക്കുന്ന സംഭവം എന്താണ്? തണലല്ല കൊടുക്കണത്, ഇനിയും യാത്ര ചെയ്യാനുള്ള ശക്തിയാണ് ശരിക്കും കൊടുക്കണത്. അവിടെ വിശ്രമിച്ചിട്ട് ഇനി യാത്ര ചെയ്യാനുള്ള ശക്തിയാണ് എന്ന് പറയുന്ന പോലെയാണ്. പലപ്പോഴും ഇങ്ങനെ ഒരു വിശാലമായ പ്ലാനിന് നമുക്ക് തടസ്സമാകുക എന്താണ്? നമ്മുടെ ഉള്ളിലെ മടിയായിരിക്കും. നമ്മുടെ ഉള്ളിലെ മടിയായിരിക്കും, അല്ലെങ്കിൽ സന്നദ്ധത കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്
നമ്മുടെ സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നന്മകൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പൊതുവായ 5-6 നേട്ടങ്ങളെക്കുറിച്ചും തിന്മകൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. നന്മകൾ നിരന്തരം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഖുർആൻ തന്നെ പറഞ്ഞു, ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ. ആ വ്യക്തിക്ക് ദുന്യാവിൽ തന്നെ നല്ലൊരു ജീവിതം കിട്ടും. ഫലനുഹിയന്നഹു മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ വ ഉൻസ. ആണാകട്ടെ പെണ്ണാകട്ടെ അവൻ എന്ത് ചെയ്യുന്നു? സൽക്കർമ്മം ചെയ്യുന്നു. വഹുവ മുഅ്മിൻ, അവൻ വിശ്വാസിയാകണം. അരിയില് ഐക്കല്ല്, വീട്ടില് ഒരു തകിട് എഴുതിയത് കെട്ടിത്തൂക്കി, മുട്ടമ്മ വരച്ചിട്ട് അത് അവിടെ കൊണ്ടുവച്ചു, അടുപ്പിൽ വേറൊന്ന് കുഴിച്ചിട്ടു, പറമ്പിന്റെ തെക്കേ മൂലക്കൊരു സാധനം ആരോ മന്ത്രിച്ചെന്ന് കൊണ്ടേയിട്ടു. ഈ പരിപാടി ഉണ്ടാകാൻ പാടില്ല. നേരെ തിരിച്ച് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി എന്ത് ചെയ്യുന്നു? സൽക്കർമ്മങ്ങൾ പരമാവധി ജീവിതത്തിൽ ചെയ്യാണ്. അയാൾക്ക് ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, അയാൾക്കൊരു നല്ല ജീവിതം കിട്ടും. എന്താണ് നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ? കൊട്ടാര സമാനമായൊരു ജീവിതമാണോ? നല്ല ജീവിതം ആദ്യം കിട്ടേണ്ട സഹോദരന്മാരെ മനസ്സിന്റെ ഉള്ളിലാണ്, ഹൃദയത്തിന്റെ ഉള്ളിലാണ്. വലിയ സമ്പന്നന്മാരുണ്ടാകും, വലിയ പൈസ ഉള്ളവരുണ്ടാകും, പക്ഷേ അവർക്കൊന്നും ടെൻഷനായിരിക്കും. ലക്ഷങ്ങൾ അവിടെ കൊടുക്കാനുണ്ടാകും, അപ്പുറത്തുനിന്ന് ഇവിടെ കൊടുക്കാനുണ്ടാകും. ശരിക്കൊരു ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കാൻ കഴിയുന്നുണ്ടാവൂല. എന്നാലോ ഒന്നുമില്ലാത്തവർ അവര് ഒരു ദിവസം ഒരു 100-700 രൂപ കിട്ടുന്നുണ്ടാകും, അവര് ലൈനിൽ ഓടുന്നുണ്ടാകും, അവര് വിയർക്കുന്നുണ്ടാകും, അവര് തെങ്ങുമ്മ കയറുന്നുണ്ടാകും, അവര് പാടത്ത് കളക്കുന്നുണ്ടാകും. അവരുടെ മനസ്സിനൊരു വല്ലാത്ത സുഖം കിട്ടാണ്ട്. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞത്, മൻ കാനത്തി ദുന്യാ ഹമ്മുഹു, ഒരാളുടെ ലക്ഷ്യം ദുന്യാവാണെങ്കിൽ ജഅലല്ലാഹുൽ ഫഖറ ബൈന ഐനൈഹി, അവന്റെ കൺമുന്നിൽ നിന്ന് ദാരിദ്ര്യം പോകേയില്ല. ലക്ഷങ്ങൾ ഉണ്ടാകും. മാർച്ച് മാസത്തിൽ അക്കൗണ്ടന്റ് കണക്കൂട്ടി കൊടുക്കുമ്പോൾ കോടികളൊക്കെ മറിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അവന് പലിശന്റെ പരിപാടി ഉണ്ടാവും. ഓൻ പലയിടത്തുനിന്നും കടെടുത്തിട്ടുണ്ടാകും. ആ കടത്തിന്റെ ഭാരത്തിൽ അവൻ ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. എന്നാലോ വേറൊരു വ്യക്തി മാത്രല്ല, പടച്ചോൻ എന്താ ചെയ്യോ? ഫറഖ ശംലഹു, അവന്റെ പ്ലാന് പടച്ചോൻ തച്ചണ്ട് പൊളിക്കും. അവന്റെ പ്ലാന് പടച്ചോൻ തച്ചണ്ട് പൊളിക്കും. എന്നാൽ ഓമൻ കാനത്തിൽ ആഖിറത്തു ഹമ്മുഹു, ഒരാളുടെ ലക്ഷ്യം പരലോകമാണെങ്കിലോ ജഅലല്ലാഹു ലഗിനാ ഫീ ഖൽബിഹി, അല്ലാഹു അവന്റെ ഹൃദയത്തിൽ ഐശ്വര്യം ഇട്ടുകൊടുക്കും. വജമഅ ലഹു ശംലഹു, അവന്റെ പ്ലാന് പടച്ചോൻ ഏറ്റെടുക്കും. അതാണ് അതിന്റെ അത്ഭുതം. ഇത് ഇവിടെ മാത്രമല്ല, വേറെ ഹദീസിൽ കാണാം, യാ ഇബാദി, എന്റെ അടിമകളെ, തഫറഗ ലിഇബാദതി, നിങ്ങൾ എന്റെ ആരാധനകൾക്ക് സമയം ഉണ്ടാക്കൂ. ഇതിന്റെ വിശദീകരണം വായിക്കണോടത്ത് നമുക്ക് കാണാം, ഫർലായി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചല്ല ഈ പറയണത്. കാരണം ഫർലായി ചെയ്യുന്നതിനൊക്കെ ഒരു സമയം പടച്ചോൻ തന്നെ ഏകദേശം എല്ലാറ്റിനും നിശ്ചയിച്ചു തന്നിട്ടുണ്ട്, ഇല്ലേ? സക്കാത്ത് ഫർലാണ്, അതെപ്പോഴാണ് കൊടുക്കണ്ടേ? അതിന്റെ ഹൗലെത്തുമ്പോൾ അത് കൊടുക്കണം. നിസ്കാരം ഫർലാണ്, അതിന് വാങ്ങ് കൊടുത്ത ആൾക്കാർ വിളിച്ചു കിട്ടും. ഏതിനും അങ്ങനത്തെ ഒരു സമയവും ഒരു ക്രമവും യഥാർത്ഥത്തിലുണ്ട്. അപ്പോ ഫർളല്ലാത്ത കുറെ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിക്കോ, അത് നിങ്ങൾ സമയം ഉണ്ടാക്കിക്കോ. സമയം ഉണ്ടാകൂല, നോർമലി സമയം ഉണ്ടാകൂല. ജോലിയുടെ തിരക്ക്, ബലജോതി തിരക്കായിരിക്കും. അപ്പൊ നിർബന്ധപൂർവം ഒരു ടൈം ആണ്ട് ഉണ്ടാക്കണം. എന്നാൽ അംല സ്വദറക ഗിനൻ, നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യത്തെ ഇട്ടുതരും. വാസുദ്ദു ഫഖറക്, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടയും. ഏതാ ഓഫർ സുഹൃത്തുക്കളെ? ഇതാരോഫറാ? അണ്ടകടാഹങ്ങളെ സർവ്വതിനെയും പടച്ചു പോറ്റണ റബ്ബിന്റെ ഓഫറാണ്. റബ്ബിന്റെ ഓഫർ എന്ന് പറഞ്ഞാൽ അത് ഓഫറാണ്. എന്നാലോ ഒരു വ്യക്തിക്ക് അതിന് സമയമല്ലെങ്കിലോ, അംല യദൈക ശുഗ്ലൻ, നിന്റെ കയ്യിൽ ഞാൻ ഇഷ്ടം പോലെ ജോലി ഇട്ടുതരും. ഒരുപാട് പദ്ധതി ഉണ്ടാവും, ഒരുപാട് പ്രൊജക്ട് ഉണ്ടാവും, ഒരുപാട് കാര്യം ഉണ്ടാകും. പക്ഷേ മനസ്സറിഞ്ഞിട്ടൊരു നല്ല കാര്യത്തിന് കൊടുക്കാനാണ് പറ്റൂല മൂപ്പർക്ക്. മൂപ്പരെന്നും കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഒരേ അവസ്ഥയിൽ ഇങ്ങനെ തുടരായിരിക്കും. ഒരു 500 എടുത്ത് കൊടുക്കും. 500 അറിയണത് ചില ആളുകൾക്ക് അത് 5000 ആയിരിക്കും, ചില ആൾക്ക് അത് 50,000 ആയിരിക്കും, ചില ആൾക്കാർക്ക് അത് 150 ആയിരിക്കും. അങ്ങനെ ആയിരിക്കും ഉണ്ടാകുക. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ അവന്റെ സാമ്പത്തികത്തിൽ, കാരണം പടച്ചോനിൽ ഇടപെട്ടെന്നിട്ടില്ല. മാത്രല്ല വല അസുദ്ദു ഫഖറക്, നിന്റെ ദാരിദ്ര്യം ഞാൻ തടയില്ല എന്നാണ്. ഈ അടുത്ത കാലത്ത് എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു കാര്യമാണ് എന്തെന്നറിയോ? ഞാൻ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ കൂടെ ഒരു പരിപാടിക്ക് വേണ്ടി കാറിൽ പോവുകയാണ്.
പരിപാടിക്ക് വേണ്ടി അയാൾ ഫ്രീ ആണ്, നമുക്ക് പോകാമെന്ന് അയാൾ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് അയാളുടെ കൂടെ കാറിൽ പോവുകയാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ അയാളെ കണ്ടപ്പോൾ 2-3 ആൾ വന്നിട്ട് ആ കാറിൻ്റെ താക്കോലാണ് വാങ്ങിച്ചു. അപ്പോൾ ഇയാൾ വലിയൊരു പൈസ കടം കൊടുക്കാനുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണത് അപ്പോഴാണ്. മനസ്സിലായില്ലേ? ഒരു പ്രബോധകൻ ഒരാളുടെ വണ്ടി കയറുമ്പോൾ അയാൾക്ക് ശ്രദ്ധിക്കാനുള്ള കുറേ മസാല ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കണത് സത്യത്തിൽ അപ്പോഴാണ്. ഏതായാലും അപ്പം അത് പിന്നെ അവരോട് പറഞ്ഞ് ആ താക്കോൽ വാങ്ങി ആ സംഖ്യ വീട്ടാനുള്ളൊരു സംഭവം ചെയ്തു. അപ്പം എത്ര റുപ്യ കടണ്ട് എന്ന് ചോദിച്ചു. അപ്പോഴൊന്നും ഈ കുട്ടി ഒന്നും പറഞ്ഞില്ല. പിന്നെ കുറേ കാലം അവന് നാട്ടിലും സമൂഹത്തിലൊന്നും ഇല്ലാതെ ഒരു രംഗത്തും ഇല്ലാതെ എല്ലാറ്റിനും മാറി. ഈ കഴിഞ്ഞ റമദാൻ മാസത്തിൽ അയാളെ ഞാൻ കണ്ടപ്പോൾ അവിടെ ഒരു പുതിയ വണ്ടിയൊക്കെ ഉണ്ട്, ഈ വണ്ടിയിലൊന്ന് കയറി എന്ന് പറഞ്ഞു എന്നോട്. കയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെൻ്റെ ജീവിതത്തിലെ ഒരു ദുരന്ത ദിവസം മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടിയിട്ടാണ്. ആ കുട്ടിയുടെ കണ്ണിങ്ങനെ നിറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയപ്പോൾ ഞാൻ ചോദിച്ചു, ഇനിയെങ്കിലും നീ പറയും എന്താ സംഭവിച്ചേ? അപ്പോൾ പറഞ്ഞതറിയോ, ഇനി ഞാൻ പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കുമെന്ന് അറിയില്ല, അന്ന് പറഞ്ഞ എന്തായാലും വിശ്വസിക്കൂല. അയാൾ വലിയൊരു എമൗണ്ട് പലയിടത്തും ശേഖരിച്ചിട്ട് ഒരു ബിസിനസ്സിന്റെ പേരിൽ കൊടുത്തു. അതിനെ മഹാമണ്ടത്തരാണ്. നമുക്ക് വീട്ടാൻ പറ്റാത്തൊരു പൈസമ്മേ നമ്മൾ പിന്നെ കൈവെക്കാതിരിക്കുക എന്നുള്ളത്. നമ്മളെ സ്വത്തും നമ്മളെ ഏറ്റവും അവസാനം നമ്മളെ കിഡ്നിയെങ്കിലും വിറ്റിട്ട് തീർക്കാൻ പറ്റുന്ന ഒരു തുക നമ്മൾ എടുക്കേണ്ടത്. അതിൻ്റെ അർത്ഥം കിഡ്നി വിൽക്കണം എന്നല്ല, ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അല്ലാത്തൊരു പൈസമ്മക്ക് നമ്മൾ പോവുക എന്നുള്ളത് കടത്തിന്റെ ഒരു ഹദീസും അയാൾ വായിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. കടത്തിന്റെ ഒരു ഹദീസുകൾ വായിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അയാൾക്ക് ആ പൈസ കിട്ടി. ആ പൈസ കിട്ടിയ അന്നാണ് അയാൾ ഒരു അറബിയുമായി ഒന്നിച്ചൊരു ഹോട്ടൽ ബിസിനസ് ഉണ്ടായിരുന്നു. ആ ഹോട്ടൽ ബിസിനസ്സിലുള്ള വ്യക്തി അയാളുമായിട്ട് അറബിയായിട്ട് വാക്കിയിട്ടുണ്ടായി, തർക്കമുണ്ടായി. ഇയാളെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്പൂണ് അറബിന്റെ കണ്ണിന് തട്ടി, കണ്ണു പൊട്ടിപ്പോയി. സ്വാഭാവികമായിട്ടും ഇത് പുറത്ത് സെറ്റിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വലിയ പൈസ ചോദിച്ചു. വലിയ പൈസ വെച്ചപ്പോൾ വളരെ സമ്പന്നനായ കേരളത്തിന്റെ തൊട്ടടുത്ത പ്രദേശത്തുള്ള നാടിന്റെ സംസ്ഥാനത്തിന്റെ പുറത്തുള്ള വളരെ സമ്പന്നനായ ലക്ഷങ്ങൾ സക്കാത്ത് കൊടുക്കാവുന്ന അവസ്ഥയുള്ള ഒരു മനുഷ്യൻ സക്കാത്തിന്റെ അർഹനാകും വിധമുള്ള ഒരവസ്ഥയ്ക്കടെ മാറി. അതാണ് ഞാൻ എൻ്റെ ദാരിദ്ര്യം തടവില്ല പറഞ്ഞാല്. മനസ്സിലായില്ലേ? ഒരു സ്പൂണിന്റെ തലക്കെ ഒരു കുടുംബം മുഴുവനാണ് ദരിദ്രരാകുകയാണ്. അപ്പം ഞാൻ പറയണത് എന്താ പറയുക, നമ്മളാരും സുരക്ഷിതരല്ല. കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തും ചെയ്യാനുള്ളതൊക്കെ ചെയ്തും ജീവിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞ് ഒന്നിനെ കുറിച്ച് ഇങ്ങനെ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ചുറ്റും ജീവിക്കുന്നവരെ കുറിച്ച് നല്ലോണം ആലോചിക്കണം. നല്ലോണം ആലോചിച്ചാൽ പഠിച്ചോ നമുക്ക് പിന്നെയും തൗഫീഖും ബർക്കത്തും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധമുള്ള വിജയങ്ങൾ അള്ളാഹു നമുക്ക് തന്നുകൊണ്ടിരിക്കും. അതാണ് ഫലനുഹയ്യന്നഹു ഹയാത്തൻ തയ്യിബ. എനിക്ക് ഈ ആയത്ത് ഓതുമ്പോൾ ഓർമ്മ വരില്ല, ഞാൻ ജോലി കിട്ടി ആദ്യം ജോയിൻ ചെയ്തത് പിന്നെ കോഴിക്കോട് ജില്ലയുടെ അങ്ങേയറ്റം കണ്ണൂർ ജില്ലൻ്റെ ബോർഡർ ഏരിയ പയ്യോളിയിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ അവിടെ സ്കൂളിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ചെറിയ പെട്ടിക്കട ഉണ്ടായിരുന്നു. ചെറിയ പെട്ടിക്കട ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ 2-3 കുപ്പിയിൽ കുറച്ച് മിഠായി, കുറച്ച് സാധനങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. ഞാൻ അങ്ങനെ ആലോചിക്കും, ഞാനന്ന് പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ആളാണ്. എൻ്റെ ഉപ്പക്ക് അസുഖമുള്ളതുകൊണ്ട് പയ്യോളിയിൽ നിന്ന് വന്നു പോവുകയാണ് ചെയ്യുക. 3 ദിവസം ഡ്യൂട്ടി ഉള്ളൂ, ആ 3 ദിവസം വന്നു പോകും. പിന്നെ അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കും, ഈ മനുഷ്യനും ജീവിക്കണം, അയാൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കണത്. എന്താ അതിൻ്റെ കാരണം? അയാളുടെ ഉള്ളിൽ, അയാളുടെ കൽബിൽ പടച്ചോൻ ഒരു ഹയാത്ത് ത്വയ്യിബ് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പം അയാൾക്കൊരു ടെൻഷനും ഇല്ല. ഈ വിറ്റുവരവിനനുസരിച്ചിട്ടുള്ള ഒരു സംഗതി പടച്ചോൻ അതിനനുസരിച്ച് അയാളെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോവുകയാണ്. അയാൾ എന്നെ ഒരു ഭക്ഷണത്തിന് ക്ഷണിച്ചു. അയാളുടെ അടുത്ത് നമ്മളിങ്ങനെ പോയിരിക്കും, എപ്പോഴും സംസാരിക്കും. അപ്പം നല്ല അയാളുടെ ഒരു പിന്നെ ഭക്ഷണ ടേബിൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കഴിച്ചതിൽ ഏറ്റവും രുചിയുള്ളൊരു ഭക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ചൈനീസും തായ്വാൻ ഫുഡും ഒന്നും ഉണ്ടായിട്ടില്ല. അയാളുടെ വീട്ടിൽ അയാൾ ഉണ്ടാക്കിയ കൊച്ചു സാധനങ്ങൾ. അപ്പം ഞാൻ പറയുന്നത്, ഒന്ന് നമ്മൾ അമൽ സ്വാലിഹാത്ത് കൂട്ടുമ്പോൾ ഒരു 2 റകഅത്ത് നിസ്കരിക്കണോ വേണ്ടെന്ന് സംശയം. രാത്രി വൈകി ചെന്ന് ഉറങ്ങാൻ കിടക്കണതിൻ്റെ മുമ്പ് ശരിക്കും ഒരു 3 റകഅത്ത് നിസ്കരിച്ച് കിടന്ന എന്തൊരു വൃത്തിയുണ്ട്. അപ്പം അത് വേണോ വേണ്ട ശൈത്താൻ സമ്മതിക്കൂല. അപ്പം നമുക്ക് ഓർമ്മ വന്നാൽ മതി, ഒരു ഹയാത്ത് ത്വയ്യിബ് കിട്ടും 2 റകഅത്ത് നിസ്കരിച്ചാൽ. വണ്ടി കയറുമ്പോൾ ഒരു ദിക്ർ, ഒരു ഹയാത്ത് ത്വയ്യിബ് കിട്ടും. അപ്പുറത്ത് ആ റോഡ് സൈഡിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്, ഒരു കാരണൂർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അയാളോടൊന്ന് പോയി ചോദിക്കട്ടെ, എന്താ ഇപ്പോൾ ആള് അല്ലേ നമ്മൾ വണ്ടിയേറ്റ് നമ്മളിങ്ങനെ പോകും, ഒന്ന് ചവിട്ടി കൊടുത്തു, ഇങ്ങനെ പോയിക്കോളി എന്ന് പറഞ്ഞു. ഒക്കെ അമലു സ്വാലിഹാണ് സുഹൃത്തുക്കളെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, വഴി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അമലു സ്വാലിഹാണ്. സംസാരിക്കാൻ കഴിയാത്ത ആളുടെ നാവാകുക എന്ന് പറയുന്നത് അമലു സ്വാലിഹാണ്. കണ്ണ് കാണാത്ത മനുഷ്യന്റെ കയ്യിലെ വടിക്കു പകരം നമ്മൾ അയാളുടെ കയ്യിലെ സ്റ്റിക്കാകുക എന്ന് പറയുന്നത് അമലു സ്വാലിഹയാണ്. ഒരാളെ വഴിയിൽ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് സ്വതക്കയാണ്. നമ്മളെ കുട്ടിക്ക് നമ്മൾ കൊണ്ടേ കൊടുക്കണ ആ കോലുമുട്ടായില്ലേ, ആ കോലുമുട്ടായി വരെ നമുക്ക് കൂലിയാണ്. അവിടെ നിയ്യത്ത് വേണം.
ഞാനതാ പറഞ്ഞത്, നിയ്യത്തിന് വളരെ പ്ലാനിങ്ങോടെ ചെയ്യേണ്ട ഒന്നാണ്. പണ്ഡിതന്മാർ പറഞ്ഞു റുബ്ബ അമലിൻ സഗീരിൻ, എത്രയെത്ര ചെറിയ ചെറിയ അമലുകളാണ് അതിനെ നിയ്യത്ത് എന്ത് ചെയ്തിരിക്കുന്നു, വലുതാക്കിയിരിക്കുന്നു. എത്രയെത്ര വലിയ വലിയ പ്രവർത്തനങ്ങളാണ് നിയ്യത്ത് അതിനെ ചെറുതാക്കിയിരിക്കുന്നു. എന്താ ഉദാഹരണം പറയാം, നമ്മളിങ്ങനെ പോകുമ്പോൾ, നമ്മളിങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോകണം, അപ്പോൾ ഒരു തേങ്ങ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ പെട്ടെന്ന് നമുക്കിങ്ങനെ ഓർമ്മ വന്നു, ആ തേങ്ങ ആരെങ്കിലും കയറിയിട്ട് മറിഞ്ഞ് തല പൊട്ടിയാ പഠിച്ചോനെ. നമ്മളാ വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട് സൈഡാക്കിയിട്ട് ആ തേങ്ങ എടുത്തിട്ടു, ചെറിയൊരു കാര്യമാണ്. പക്ഷെ അവിടെ കൂലി എന്തിനാ? അവിടുത്തെ കൂലി ഒരാളെ ജീവൻ രക്ഷിച്ചതിനാ. ഒരാളെ ജീവൻ രക്ഷിച്ചുള്ള കൂലി എന്താ? ലോകത്ത് മുഴുവൻ ആളെ രക്ഷിച്ച കൂലിയാണ്. അപ്പൊ ജീവിതത്തെ കുറിച്ച് ബോധപൂർവം ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് വലിയ സാധ്യതകൾ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ, അമലു സ്വാലിഹാത്ത് ജീവിതത്തിൽ ഉണ്ടായാൽ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് അമല് എല്ലാ ദിവസവും ചെയ്യണത് നമുക്ക് വേണമെന്നാണ് ഞാൻ പറയുന്നത്. കൊച്ചു കൊച്ചു കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ അത് പറ്റും. ഇപ്പം എല്ലാ വക്തുള്ള ജമാഅത്ത് നിസ്കാരങ്ങൾ, എന്നും കുറച്ച് ഖുർആനോത്ത്, പിന്നെ എൻ്റെ ഇടക്ക് നമുക്ക് ഈ ഹോളിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ആകുമ്പോൾ ഈ ഹോള് നിറയുന്ന വിധമുള്ള, കടലാസിലുള്ളതല്ല, ഞാൻ ഇടക്കൊന്ന് പറയാം, അതൊരു അമലു സ്വാലിഹാണ്. നമ്മൾ വരുമ്പോൾ എല്ലാവരും ഒരു 10 ആളെ വിളിക്കുക ഇന്ന് തന്നെ. ഒരു പക്ഷേ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഇറങ്ങും എന്ന് ഞാൻ വിചാരിക്കണത്. അത് അയച്ചു കൊടുത്തിട്ട് പെരിന്തൽമണ്ണ ഷിഫ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയാണ്. അപ്പം നിങ്ങൾ വരണം. നമ്മളെ കല്യാണത്തിന് നമ്മൾ വിളിക്കൂല, അങ്ങനെ വിളിക്കുക. നിങ്ങൾ വരണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. അവിടെ നടക്കണ ഞാൻ അരിസ്മോലിൻ്റെ ക്ലാസ്സാണ്, നിങ്ങളൊന്ന് കേൾക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ നോക്കിയിട്ട് ഓൻ വരൂല എന്നല്ല വിചാരിക്കേണ്ട. ഫിറൗന്റെ അടുത്തേക്ക് പോകുമ്പോൾ പോലും അള്ളാഹുവിന്റെ നിർദ്ദേശം എന്താ? ഓൻ മാറിയെങ്കിലോ എന്നാണ്. അള്ളാഹ്ക്ക് അറിയില്ലേ ഓൻ കടലിൽ ചാടി ചാകാനുള്ളതാണ്. നമ്മളെ ചില ആളുകളൊക്കെ അവരുടെ ഡെസിഗ്നേഷൻ വെച്ച് നമ്മളൊന്ന് വിളിച്ചാണ്ടല്ലോ, നമ്മൾ അതേ നിലവാരത്തിലുള്ളവരെ അല്ലാത്തവരൊക്കെ വിളിച്ച് ഓല് വരും സുഹൃത്തുക്കളെ. അങ്ങനെ ആർക്കും എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഏത് VIP കൊണ്ടൊന്ന് ഇരുത്താൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മൾ തിരഞ്ഞെടുത്ത്. VIP വേണ്ടി എടുത്താലല്ല, നമുക്ക് എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ക്ലാസ് എടുക്കാൻ. അപ്പം നമ്മളെല്ലാവരും ഒന്ന് പേരെഴുതി കൂട്ടി അങ്ങനെ ഒരു ക്ഷണം നടത്തണം എന്ന് തന്നെ ഒന്നാമത് പറയണത്. 2 വലിയൊരു സംഖ്യ ഇവിടെ ചെലവുണ്ട്. ഒരു 1.5 ലക്ഷം റുപ്യ ഈ ഒരു ദിവസത്തെ നമ്മളെ ഇരുത്തത്തിന് ചെലവുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പ്രോഗ്രാമുകൾ ഇവിടെ ക്യാമറ കാണുന്നുണ്ട്, റെക്കോർഡ് ചെയ്ത് അത് യൂട്യൂബ് കയറും. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും. ഇത് ഒരുപാട് പുണ്യങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു ബോക്സ് ഇപ്പോൾ വരും, ആ ബോക്സിലേക്ക് മനസ്സറിഞ്ഞ് എന്തെങ്കിലും ഇങ്ങനെ ഇട്ട് കൊടുക്കല്ല. 1.5 ലക്ഷം ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഇത്ര ശതമാനം എനിക്ക് കൊടുക്കാൻ പറ്റുമല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ 0.5%, അതിൻ്റെ 0.25%, അതിൻ്റെ 1%, അതിൻ്റെ 5% എങ്ങനെ നമുക്ക് നിയ്യത്താക്കാലോ. അപ്പോൾ ആ ഒരു കാര്യവും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ്, അമലു സ്വാലിഹാത്ത് ജീവിതത്തിൽ ചെയ്യുന്ന വ്യക്തിക്ക് ദുന്യാവിൽ തന്നെ ഒരു ജീവിതം കിട്ടും, പരലോകത്ത് കൂലിയും കിട്ടും. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ, ഹിഫ്ളുൽ അഹ്ലി വദ്ദുരിയത്തി വൽ അംവാൽ. നമ്മളുടെ സമ്പാദ്യത്തിൽ ഒരു സുരക്ഷിതത്വം കിട്ടും. എന്താ, ഒരു ഷോർട്ട് സർക്യൂട്ട്, ഫാക്ടറി കത്തിയാണ് പോയി, 3 കോടിന്റെ ഉപകരണം, എന്തോ ഒരു ചെറിയ പ്രശ്നം, വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്, എന്താ കാട്ടുക? അല്ലെങ്കിൽ ഒരു GST പരിശോധന അല്ലേ, ഒറ്റ GST പരിശോധന 2 കോടി ഫൈന്. എന്താ കാര്യം? ഒന്നുമല്ല, നമ്മളങ്ങനെ അശ്രദ്ധമായിട്ട് നിന്നാണ്. അവിടെ എങ്ങനെ ഒരു പേപ്പറിൽ കുറച്ച് എന്തോ ഇങ്ങനെ ഒരാളോട് ഫോൺ ചെയ്തപ്പോൾ 2000, 3000, 10000 എന്നൊക്കെ എഴുതിയിരുന്നു. അയാളാ കടലാസ് എടുത്തിട്ട് പോയി. അതും നമുക്കുള്ള വരുമാനമാണ് പറഞ്ഞു, അണ്ട് ചാർജ് ഷീറ്റ് ഇട്ടു. അല്ലെങ്കിൽ നമ്മളെ കുട്ടി ആണ് വീണു, കുട്ടിയാണ് വീണിട്ട് തല പൊട്ടി, 25 ദിവസം ICU. ഇതിൻ്റെ ഒക്കെ സെക്യൂരിറ്റിയാണ് അമലു സ്വാലിഹാന്ന. എന്താ അതിന്റെ തെളിവ്? നോക്കൂ നിങ്ങൾ, വൽയഖ്ശല്ലദീ ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയത്തുൻ ളിആഫൻ ഖാഫു അലൈഹിം ഫല്യത്തഖുല്ലാഹ വലിയഖൂലു ഖൗലൻ സദീദാ. അവർ വൽയഖ്ശല്ലദീ ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയത്തുൻ ളിആഫൻ, വളരെ ദുർബലരായ സന്തതികളെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ചു പോകുന്ന ആളുകൾ, അവരുടെ കാര്യത്തിൽ ഭയക്കുന്ന ആളുകളില്ലേ, ഫല്യത്തഖുല്ലാഹ, അവർ അല്ലാഹനെ സൂക്ഷിക്കട്ടെ. വൽയഖൂലു ഖൗലൻ സദീദാ, അവർ നല്ല വാക്ക് പറയട്ടെ. നല്ല വാക്ക് പറഞ്ഞ് അല്ലാഹനെ സൂക്ഷിച്ച് ജീവിച്ച അവരെ സെക്യൂരിറ്റി ഒക്കെ പടച്ചോൻ ഏറ്റെടുക്കും. 1.5 വയസ്സായ കുട്ടിനെ ഇങ്ങനെ തോളിലിട്ടിട്ട്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇങ്ങനെ കുപ്പിപ്പാല് കൊടുത്തിട്ട് മഞ്ചേരിയിലൊരു ഹോസ്പിറ്റലിന്റെ വെയിറ്റിംഗ് ലോഞ്ചിലൊരു എൻ്റെ ഒരു സുഹൃത്ത് ഇരിക്കണത് എൻ്റെ മനസ്സിൽ നിന്ന് എപ്പോഴും പോകൂല. ഭാര്യ അബോധാവസ്ഥയിൽ ഇങ്ങനെ ICUയിൽ കിടക്കുകയാണ് കേട്ടോ.
എന്താണ് ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്ക്. ഈ 1.5 വയസ്സായ കുട്ടിയെ പരിരക്ഷിച്ച് പടച്ചോനെ ഞാൻ എങ്ങനെ പോവുക അല്ലേ? അപ്പം നമ്മളെ ചെറിയ പ്രായത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ കുട്ടികൾ അവർ വളരെ ചെറിയ കുട്ടികളായിരിക്കെ നമ്മൾ മരിച്ചു പോവുക, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുക. ഈ വണ്ടൂർ ഭാഗത്തേക്ക് ഞാൻ യാത്ര ചെയ്യുമ്പോൾ കൂടെ യാത്ര ചെയ്തിരുന്ന ആൾ പറഞ്ഞു, ഇവിടെ നിർത്തിയായിരുന്നു വണ്ടി. എന്നിട്ട് പറഞ്ഞു, ആ മുരിങ്ങാക്കൊമ്പ് 2 ജീവിതം എടുത്തത്. എൻ്റെ സ്കൂളിലെ ക്ലീനിങ് ജോലി ചെയ്യുന്ന ചേച്ചിയാണ് പറഞ്ഞത് കേട്ടോ. ഞങ്ങളൊരു കല്യാണത്തിന് പോവുകയാണ്, 3-4 ആൾ ഒന്നിച്ച് ഒരു കല്യാണത്തിന് പോവുകയാണ്. 1-2 പുരുഷന്മാരുണ്ട്, 1-2 സ്ത്രീകളുണ്ട് വണ്ടിയിൽ. അപ്പോൾ എന്തേ സംഭവം എന്ന് ചോദിച്ചു. പറഞ്ഞു, നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഇത് നിർത്താൻ പറഞ്ഞത്. മരുമോൾ എന്ത് ചെയ്തു അറിയോ? മരുമോള് ഒരു ഇരുമ്പിൻ്റെ കമ്പി അവിടെ വാർപ്പിന് കൊണ്ടുവന്നിട്ട് ഇരുമ്പിൻ്റെ കമ്പി എടുത്തിട്ട് ഈ മുരിങ്ങ ഇങ്ങനെ ഒടിക്കാൻ നോക്കിയതാണ്. ഈ കമ്പി ഇങ്ങനെ അലഞ്ചിയിട്ട് ഇലക്ട്രിക് ലൈൻ നമുക്കാണ് ചെന്നു. ഷോക്കടിച്ചപ്പോൾ രക്ഷപ്പെടുത്താൻ ചെന്നതാണ് അമ്മായിമ്മ. മനസ്സിലായില്ലേ? ഷോക്കടിച്ചപ്പോൾ രക്ഷപ്പെടുത്താൻ ചെന്നതാണ് അമ്മായിമ്മ. അമ്മായിമ്മയും മരുവോളുകൊണ്ട് അവസാനിച്ചു. അത്രേ ഉള്ളൂ. മരണം നമുക്കുണ്ടാക്കുന്ന പ്ലാൻ എന്തുമാത്രം കൗതുകാര്യങ്ങൾ. അയാൾ കുടിച്ചുപേക്ഷിച്ച കുപ്പി, അയാൾ കുടിച്ചിട്ട് വാട്ടർ ബോട്ടിൽ കിങ്ഫിഷറിന്റെ ബോട്ടിൽ അവിടെ ഇട്ടിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതൊരു ബോട്ടിൽ അവിടെ ഇട്ടിരുന്നു, അല്ലെങ്കിൽ സ്പ്രൈറ്റിന്റെ ഒരു ബോട്ടിൽ അവിടെ ഇട്ടിരുന്നു. അതറിയാതെ എങ്ങനെയോ ബ്രേക്കിന്റെ ചോട്ടൊക്കെ എത്തി. ബ്രേക്ക് കിട്ടിയില്ല, ഹലാസ്. രാവിലെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോൾ ഷുഗർ കണ്ടന്റ് ഓക്കെയാണ്, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, അയാളുടെ ക്രിയാറ്റിൻ ഓക്കെയാണ്, എല്ലാം സെറ്റാണ്. അയാൾക്ക് ഒരു സേഫ്റ്റി വിചാരിക്കും, ഭയങ്കര ഡയറ്റാണ്. പക്ഷെ മരണം വേറെ നിൽക്ക വരിക, ദുരന്തങ്ങൾ വേറെ നിൽക്ക വരിക. അപ്പോ നമ്മുടെ ദുരന്തങ്ങളെ തടയാൻ ഈ ആയത്തിന്റെ അനുബന്ധമായി ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ കൊടുക്കേണ്ട വേറൊരു ആയത്തുണ്ട്. വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന. സൂറത്തു കഹ്ഫില് ഖളിർ മൂസ അലൈഹിസ്സലാം രണ്ടുപേരുടെയും ചരിത്രം പറയുന്നിടത്ത് പൊളിഞ്ഞു ചാടി ഒരു മതിൽ ശരിയാക്കുന്ന ചരിത്രം ഉണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ആ മതില് പിന്നെ ആരതായിരുന്നു? 2 യതീമീങ്ങളുടേതായിരുന്നു. വകാന തഹ്തഹു കൻസുൽ ലഹുമാ. ആ മക്കൾക്ക് ഭാവിയിൽ വളരാനുള്ള സമ്പത്ത് അവരുടെ രക്ഷിതാക്കൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്, കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നത്, നിധിയായി സൂക്ഷിച്ചിരുന്നത് ആ മതിലിന്റെ ചോട്ടിലാണ്. എന്നിട്ട് പറയാണ് വകാന അബൂഹുമാ സ്വാലിഹ. അവരുടെ 2 പേരുടെയും മാതാപിതാക്കൾ സ്വാലിഹ്യങ്ങളായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് വീണ്ടും അത് പടുത്ത് കെട്ടി അതിന് അങ്ങനത്തെ ഒരു സുരക്ഷിതത്വം കിട്ടിയത്? വകാന അബൂഹുമാ സ്വാലിഹ. അവരുടെ മാതാപിതാക്കൾ ജീവിതത്തിൽ കുറെ നന്മകൾ ചെയ്യണവരായിരുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യണവരായിരുന്നു. സൽക്കർമ്മങ്ങൾ ചെയ്യണവരായപ്പോ പടച്ചോൻ എന്ത് ചെയ്തു? മക്കളുടെ സമ്പാദ്യത്തിന് പോലും ആ സുരക്ഷിതത്വം കൊടുത്തു. അപ്പൊ നമ്മളേതോ പിതൃപരമ്പരയിലെ ഏതോ ഒരു നല്ല മനുഷ്യന്റെ ദിക്റും ദുആയും തസ്ബീഹും തഹ്ലീലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ ഇന്നത്തെ സുരക്ഷിതമായ യാത്രക്കൊക്കെയുള്ള കാരണം. കുറച്ചൊക്കെ ഒന്ന് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും നമ്മളുടെ ജീവിതം ഈ ഒരു അവസ്ഥയിൽ പോകാനുള്ള കാരണം ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കുന്നു കൂടി സാന്ദർഭികമായി നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. മാത്രമല്ല മറ്റൊരു കാര്യം എന്താ അറിയോ? സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിക്കുള്ള മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അയാളെ രക്ഷിക്കുന്നതാണ്. ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്തി വയദഊനനാ റഗബൻ വറഹബൻ വകാനൂ ലനാ ഖാശിഈൻ. അഥവാ സ്ഥിരമായി നന്മ ഉണ്ടാകുക എന്നുള്ളത് ഒരു പ്രധാന കാര്യം തന്നെയാണ്. അവര് എല്ലാ പ്രയാസത്തിലും, എല്ലാ വിഷമത്തിലും, എല്ലാ പ്രതീക്ഷയുടെ ഘട്ടത്തിലും, എല്ലാ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഒക്കെ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നവരാണ്. നമ്മൾ യൂനുസ് അലൈഹിസ്സലാമിയുടെ ചരിത്രം പറയുന്നിടത്ത് ഒരു ആയത്ത് കാണാൻ പറ്റും. അദ്ദേഹം എങ്ങാനും ഇൻകാന മിനൽ മുസബ്ബിഹീൻ, അദ്ദേഹം തസ്ബീഹ് നടത്തുന്ന ഒരു വ്യക്തി അല്ലായിരുന്നെങ്കിൽ എന്ന വചനത്തെ വിശദീകരിക്കുന്നത് 2 നിലക്കാണ്. ഒന്ന്, അദ്ദേഹം സന്തോഷത്തിലും ദുഃഖത്തിലൊക്കെ അള്ളാഹുവോട് പ്രാർത്ഥിച്ചിരുന്ന ആളും സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്ന ആളുമാണ്. വാപ്പാനെ ഐസിയുലാക്കിയപ്പോൾ മാത്രമല്ല അവന്റെ 2 കൈയും പൊങ്ങിയത്, ഭാര്യനെ ലേബർ റൂമിലാക്കിയപ്പോൾ മാത്രമല്ല, കുടുംബക്കാരന്റെ സർജറി നടന്നപ്പോൾ മാത്രമല്ല, തൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോൾ OG ജംഗ്ഷനിൽ അയാൾക്ക് ഒരു ക്യാൻസർ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ മാത്രമല്ല, പിന്നെയോ സന്തോഷത്തിലും ദുഃഖത്തിലും സന്താപത്തിലും ദുരന്തത്തിലൊക്കെ ഒരേപോലെ അയാൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പോൾ യൂനുസ് അലൈഹി ഇസ്ലാം അങ്ങനത്തെ ഒരാളായതുകൊണ്ടാണ് അദ്ദേഹത്തെ അള്ളാഹു രക്ഷിച്ചത്. അല്ലെങ്കിൽ അടുത്ത ആയത്ത് എന്താ? അല്ലെങ്കിൽ ലബിസഫി, പിന്നെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ കഴിയുമായിരുന്നു എന്നാണ്. രണ്ടാമത്തെ വ്യാഖ്യാനം എന്താ? ചില കാര്യം പഠിച്ചവൻ ചോദിച്ചാലേ തരുള്ളൂ. അദ്ദേഹം അള്ളാഹുവോട് ആ കാര്യം പ്രത്യേകം എടുത്തു ചോദിച്ചിട്ടില്ലായിരുന്നെങ്കിൽ കിട്ടൂലായിരുന്നു എന്നാണ്. അപ്പൊ നമുക്ക് ചില കാര്യം കിട്ടാത്തത് എന്തുകൊണ്ടാ? നമ്മൾ അള്ളാഹുവോട് ശരിക്കും ചോദിക്കണില്ല, ചോദിക്കാനുള്ള എല്ലാ നിബന്ധനയും പാലിച്ച് ചോദിക്കണില്ല. അതുകൊണ്ട് സഹോദരന്മാരെ നോക്കൂ, നിങ്ങൾ ഈ ആയത്തിന്റെ കൂടെ പണ്ഡിതന്മാർ കൊടുക്കുന്ന ഒരു ചരിത്രമാണ്. എന്താ പറയുക?
മൂന്നാള് ഗുഹയിലകപ്പെട്ട സംഭവം. ആ മൂന്നാളുകളും അവർ ചെയ്ത 3 അമലുകൾ എടുത്താണ് പ്രാർത്ഥിച്ചത്. അപ്പൊ നമ്മൾ അമൽ സാലിഹത്ത് ചെയ്യുന്നത് എന്തിനാ? ഈ 2 കൈകളിലേക്കും ചെയ്ത കർമ്മങ്ങൾ എടുത്തിട്ട് തവസ്സുലാക്കി പ്രാർത്ഥിക്കാനാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. ഖുർആന്റെ പ്രയോഗമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ അല്ലാഹുവിലേക്ക് വസീലയെ തേടുകയും വേണം. എന്താ വസീല? വസീല എന്ന് പറഞ്ഞാൽ അത്തഖറുബു ഇലല്ലാഹി ബിൽ അഅമാലി സ്വാലിഹ എന്നാണ് പണ്ഡിതന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനം. സൽക്കർമ്മങ്ങളിലൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. സൽക്കർമ്മങ്ങൾ മുൻനിർത്തിയിട്ട്, പടച്ചോനെ ഞാൻ ഇങ്ങനെ അനാഥനായ ഒരു കുട്ടിയുടെ വിവാഹം നടത്തി കൊടുത്തു, പടച്ചോനെ ഞാൻ കടക്കണിയിൽ കുടുങ്ങിയ ഒരാളെ രക്ഷിച്ചു, റബ്ബേ ഞാൻ ഇന്ന പള്ളിക്ക് ഇന്നത് കൊടുത്തു, അല്ലാഹുവേ ഞാൻ കൊടുത്തത് എന്തൊക്കെയെന്ന് എന്നെക്കാളും നിനക്കറിയാം, ഞാനിപ്പോൾ ഒരു വല്ലാത്ത കെണിയിലാണ് പെട്ടിട്ടുള്ളത്, എൻ്റെ പ്രശ്നം എനിക്ക് നീ പരിഹരിച്ചു തരണം. നീങ്ങും സുഹൃത്തുക്കളെ. എന്താ നമുക്ക് സംശയം? ഇത് പടച്ചോന്റെ ഓഫറാണ്. നീങ്ങും. നോക്കൂ, നിങ്ങൾ ആ 3 ആളുകളും പ്രാർത്ഥിച്ച കാര്യങ്ങളെ വിശദമായിട്ട് പറയണ്ടല്ലോ. ഒരാൾക്ക് ലൈംഗിക രംഗത്ത് വരാനിരുന്നൊരു അബദ്ധം, ഒരു സ്ത്രീയുടെ, ഞാൻ അവരുടെ തുടയല്ലിൽ കയറിയിരുന്നിരുന്നു, ഞാൻ എത്രയോ കാലമായി അവൾ ആഗ്രഹിച്ചതായിരുന്നു, അപ്പൊ അവൾ എന്നോട് പറഞ്ഞു ഇത്തഖില്ല, നീ അള്ളാഹിനെ സൂക്ഷിക്ക്. അപ്പൊ ഞാൻ എണീറ്റ് പോന്നു, പടച്ചോനെ ഞാൻ ചെയ്തത് നിന്റെ വജുഹുദ്ദേശിച്ചാണ്, വേറൊന്നുമല്ല, അതുകൊണ്ട് എൻ്റെ പ്രശ്നം നീ എനിക്ക് പരിഹരിച്ചു തരണം, എൻ്റെ പ്രശ്നം എനിക്ക് നീ പരിഹരിച്ചു തരണം. കല്ല് നീങ്ങി അല്ലേ? മറ്റൊരാൾ, എൻ്റെ മാതാപിതാക്കളെ ഞാൻ സഹായിച്ചു, അവരുണരും വരെ അവർക്കുള്ള ഭക്ഷണം കൊണ്ട് ഞാൻ അവരുടെ അരികിൽ കാത്തിരുന്നു, അവരുറക്കം ശല്യം ചെയ്തില്ല, മക്കൾക്ക് പോലും ഭക്ഷണം കൊടുക്കാതിരുന്നത് അവർക്ക് കൊടുത്തിട്ടേ കൊടുക്കൂ എന്നുള്ള എൻ്റെ പതിവ് തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ ഉപ്പാക്ക് ഗുളിക പൊട്ടിച്ചു കൊടുക്കണതേ, ബാപ്പാനെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോണതേ, ആൽഷിമേഴ്സ് ബാധിച്ചു തുടങ്ങിയ ഉപ്പ വാർദ്ധക്യ സഹജമായ അവസ്ഥയ്ക്ക് എത്തിയപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, ആ പറയണതൊക്കെ ക്ഷമിക്കണതേ, അതൊക്കെ അമലു സാലിഹയാണ്. രാത്രിയിലെ തറാവീഹ് നിസ്കാരം മാത്രമൊന്നുമല്ല, ലക്ഷങ്ങൾ അക്കൗണ്ട് കിട്ടുകൊടുക്കണം മാത്രമൊന്നുമല്ല, ചിലപ്പോൾ അതിലേറെ വലിയ കാര്യമായിരിക്കും പാപ്പാൻ്റെ അടുത്തുള്ള ആ ഒരു ഇടപെടലും ആ പെരുമാറ്റമൊക്കെ, ആ ചേർത്ത് പിടിക്കലും, ആ ചേർത്ത് പിടിച്ചുള്ളൊരു ഉമ്മ കൊടുക്കലും, ആ പരിപാലനവും ഒക്കെ അതുകൂടി നമ്മൾ മനസ്സിൽ വെക്കേണ്ടതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, 3-ാമത്തെ ആളോ, അയാൾ ജോലിക്ക് വിളിച്ച ആൾ കൂലി വാങ്ങാതെ പോയ തുക കൊണ്ട് പിന്നീട് ഉണ്ടായ മുഴുവൻ ലാഭങ്ങളും ആ വ്യക്തി തിരിച്ചു വന്നപ്പോൾ അയാൾക്ക് കൊടുത്തു. ഈ 3 കാര്യം മുൻനിർത്തി പ്രാർത്ഥിച്ച്. അപ്പൊ നമുക്കും ജീവിതത്തിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഓർമ്മയെന്നെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റിയ അങ്ങനത്തെ കുറച്ച് വലിയ കർമ്മങ്ങൾ വേണം, ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച്. അത് ജീവിതത്തിന് പരിക്കു പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ അത് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. പരിക്കു പറ്റണ ഓഹരി ചെയ്യണം. ഏതെങ്കിലും ചെയ്ത ഒന്നിനെക്കുറിച്ച് ഇങ്ങനെ ആശ്വസിച്ച് നിൽക്കല്ല. പല 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 സാധ്യതകൾ നമ്മൾ കാണണം. അള്ളാഹുവിന് ഏതാണ് ഇഷ്ടമാകുന്നൊന്നും പറയാൻ പറ്റില്ല. ഹന്തക്കിന്റെ കിടങ്ങ് കുഴിക്കുകയാണ്. ഹന്തക്കിന്റെ കിടങ്ങ് ഇങ്ങനെ കുഴിച്ച് പാറയൊക്കെ പൊട്ടിച്ച് അവശനായി നിൽക്കുകയാണ് തൊൽഹ. അപ്പോഴാണ് തൊൽഹ റളിയല്ലാഹു അൻഹു കാണുന്നത് റസൂൽ അങ്ങനെ മുകളിലേക്ക് കയറാൻ, റസൂലുള്ളാഹിക്ക് ഇങ്ങനെ നോക്കുകയാണ്, മുകളിലേക്ക് ഇങ്ങനെ കയറാൻ. അതേ പറഞ്ഞു, നബിയെ ഇവിടെ ചവിട്ടി കയറിക്കൊള്ളു നബിയെ. നബി നോക്കിയിട്ട് വേറെ നിർവാഹമൊന്നും ഇല്ലാത്തപ്പോൾ പതുക്കെ കാലം അങ്ങോട്ട് വെച്ച് കയറിയിട്ട് പറഞ്ഞു, തൊൽഹക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു. അത്രയും നേരെടുത്ത പണിനേക്കാളും അള്ളാഹ് ഇഷ്ടപ്പെട്ടത് ഈ കൊച്ചു പണിയാണ്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ പറയണത്, ഒരു ഷെഡ്യൂൾ നമുക്ക് വേണം. നമ്മളൊരു വ്യക്തി എന്നുള്ള നിലക്ക് എന്തൊക്കെ സംഭവിച്ചാലും, വാപ്പ മരിച്ച ദിവസവും ഭാര്യ മരിച്ച ദിവസവും ഭർത്താവ് മരിച്ച ദിവസം അടക്കം മുടങ്ങാത്ത കുറച്ച് കാര്യങ്ങൾ, അത് നമുക്ക് പല പല ഏരിയയിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് സെറ്റാക്കാൻ പറ്റും. ചിലത് അദ്കാറുകളായിരിക്കും, ചിലത് അമലുകളായിരിക്കും, ചിലത് ചില തീരുമാനങ്ങളായിരിക്കും, അല്ലേ? ചിലത് ചില സ്വപ്നങ്ങളായിരിക്കും, എന്തും ആകാം. ഇപ്പോൾ വാട്സപ്പ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? എത്രയോ നമ്മുടെ കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും ഒക്കെ അവരെങ്ങനെ വേർതിരിച്ചെടുത്തിട്ട് അവർക്ക് മെസ്സേജുകളൊക്കെ അയക്കാം. ആളുകളൊന്നും കേൾക്കണില്ല, കേൾക്കുമ്പോൾ ഒരു ഞെട്ടി മാറുന്നുണ്ട്, അല്ലേ? ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരനെ എനിക്കറിയാം. അദ്ദേഹം 15 ജുസ് ഹിഫ്ളാക്കിയത് ഓട്ടോ പാർക്കിൽ ഓട്ടോ ഇടുമ്പോഴാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആ ഹിഫ്ള് ഉറപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. വണ്ടി ഇങ്ങനെ കാത്തിക്കണ നേരത്താണ് അയാൾ എന്ത് ചെയ്ത് ഹിഫ്ളാക്കിയത്. 15 ജുസ് കേട്ടോ. അപ്പൊ അത് ചെറിയ പ്ലാൻ ചെയ്താൽ അതൊക്കെ നടക്കും അതിൻ്റെ അർത്ഥം. പ്ലാൻ ചെയ്താൽ അതൊക്കെ നടക്കും. നമുക്കും അങ്ങനത്തെ പല വഴികളും തീർച്ചയായും സ്വീകരിക്കാൻ പറ്റും. ഇനി ഞാൻ 3-ാമത്തെ ഒരു കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടം. നിരന്തരം അമലു സ്വാലിഹാത്ത് ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നതാണ്. എന്താണ് ഹദീസ്? ദീർഘമായൊരു ഹദീസിൽ നമുക്ക് പരിചയമുള്ളൊരു ഹദീസാണ്. അതിൽ കാണാം, മാസാല അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി
ഹത്താ അകൂനു സമഅഹു അല്ലദീ അസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലദീ യബ്തിഷു ബിഹി വരിജ്ലഹു അല്ലതീ യംശി ബിഹി. എന്താ, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാൾ ഇങ്ങനെ നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ കൊല്ലം കഴിയുമ്പോൾ അയാളെ ബിസിനസ് ഇങ്ങനെ വളർത്താൻ നോക്കണ പോലെ, അയാളുടെ വീട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കണ പോലെ അയാളുടെ പുണ്യങ്ങൾ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കും. അവസാനം അയാളുടെ കണ്ണ് ഞാനാകും, അയാളുടെ കാല് ഞാനാകും, അയാളുടെ കൈ ഞാനാകും. അതിൻ്റെ അർത്ഥം എന്താ? അയാൾക്ക് ആ തിന്മ നോക്കാനേ കഴിയില്ല. നമുക്ക് കള്ളുടിക്കണം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ട് സുഹൃത്തുക്കളെ? ഇല്ലല്ലോ. അതെന്താ? അത് പഠിച്ചവൻ്റെ ഒരു തൗഫീഖാണ് നമുക്കുള്ളത്. ഒരു ബാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് പറ്റണില്ല, അല്ലേ? വ്യഭിചരിക്കണമെന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും തോന്നാത്ത എത്ര ആളുകളുണ്ട്? വ്യഭിചാരത്തിന്റെ അവസരങ്ങൾ വന്നിട്ട് ഊരിപ്പോന്ന എത്ര ആളുകളുണ്ട് സഹോദരന്മാരെ? എന്ന് പറയണ പോലെ ഓരോന്ന്. ചിലപ്പോ നല്ല പാട്ടങ്ങനെ നടക്കുന്നുണ്ടാവും ബസ്സിൽ, നമുക്കത് ഫീൽ ചെയ്യേയില്ല. വേറൊരാൾ നമ്മൾ അടുത്തിരുന്നിട്ട് ഇങ്ങനെ അതിനിങ്ങനെ പ്രത്യേക ഈണൊക്കെ പിടിക്കുന്നുണ്ടാവും, നമുക്കതൊന്നും ഫീൽ ചെയ്യില്ല. എന്താ? അത് പഠിച്ചോൻ തരുന്ന ഒരു സെക്യൂരിറ്റിയാണ്. തിന്മള്ള ഭാഗത്തേക്ക് നടന്നേ പോകൂല. അപ്പൊ അമലു സ്വാലിഹാത്ത് ധാരാളം ജീവിതത്തിൽ പല മേഖലയിൽ നിന്നുള്ളത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു വ്യക്തിക്ക് തിന്മയിൽ നിന്ന് 100% മാറി നിൽക്കാൻ കഴിയും എന്നാണ്. മാത്രല്ല, ചുറ്റുമുള്ള മനുഷ്യരുടെ ഇഷ്ടവും സ്നേഹമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് സയജഅലു ലഹുമുർ റഹ്മാനു ഉദ്ദ. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും പിന്നെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സയജഅലു ലഹുമുർ റഹ്മാനു ഉദ്ദ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചുറ്റുമുള്ളവരുടെ ഇഷ്ടവും സ്നേഹവും കെട്ടുകൊടുക്കും എന്നാണ്. അവരെ സഹായിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആളുണ്ടാകും. അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഓടി വരാൻ ആളുണ്ടാകും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുണ്ടാകും, അല്ലേ? നമ്മൾ കുടുങ്ങിയ ചില സമയത്തൊക്കെ നമുക്ക് ചില സഹായമൊക്കെ കിട്ടും. അത് നമ്മൾ ചെയ്ത ഏതൊക്കെയോ നന്മകളുടെ ഓഹരിയാണ് സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നതാണ് എന്നുള്ളൊരു ഓർമ്മ യഥാർത്ഥത്തിൽ ഉണ്ടാകണം. മാത്രല്ല, ഖബർ ശിക്ഷയിൽ നിന്നുള്ള സുരക്ഷിതത്വമാണ്. ഇന്നൽ മയ്യിത ഇദാ വുദിഅ ഫീ ഖബരിഹി, ഒരടിമയെ ഖബറിൽ വെച്ചാൽ പിന്നെ ഇന്നഹു യസ്മഉ ഖഫ്ഖ നിആലിഹിം ഹീന യുവല്ലൂന മുദ്ബിരീൻ, അവരിങ്ങനെ അവരുടെ പിന്നെ കൂടെ വന്നവരുടെ ചെരിപ്പടി ശബ്ദം ഇങ്ങനെ കേൾക്കാം. ആ ഒരു സമയം തൊട്ട് അവന്റെ ഖബറിലെ കാര്യങ്ങൾ തുടങ്ങുകയാണ്. ഫഇൻ കാന മുഅ്മിനൻ, അവൻ വിശ്വാസിയാണെങ്കിൽ, കാനത്ത് സ്വലാത്തു ഇൻദ റഅസി, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ നിസ്കാരം തലക്കും പുറത്തു നിൽക്കും. വകാന സിയാമു അൻ യമീനി, വലതുഭാഗത്ത് നോമ്പുണ്ടാകും. വകാനത്ത് സക്കാത്തു അൻ ഷിമാലി, ഇടതുഭാഗത്ത് സക്കാത്ത് ഉണ്ടാകും. വകാന ഫിഅലുൽ ഖൈറാത്ത് മിനസ് സദഖ വസ്സല വൽ മഅറൂഫ് വൽ ഇഹ്സാൻ, നന്മകൾ ചെയ്യുക, അതുപോലെ തന്നെ സ്വദഖ, മറ്റു നന്മകൾ, ജനങ്ങളിലേക്കുള്ള പുണ്യങ്ങൾ, അതൊക്കെ അവന്റെ തലയുടെ ഭാഗത്തുണ്ടാകും. അങ്ങനെ നിസ്കാരം പറയും, എന്നിലൂടെ എൻ്റെ ഭാഗത്ത് കൂടെ കിടക്കരുത് എന്ന്. സക്കാത്ത് പറയും, എൻ്റെ ഭാഗത്ത് കൂടെ കിടക്കരുത് എന്ന്. കാലിന്റെ ഭാഗത്ത് നിന്ന് പിന്നെ അത്തരമൊരു സംഗതി വരും, ആ മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അപ്പൊ നിസ്കരിക്കണം, നിസ്കാരം എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ, അത് ഖബർ ശിക്ഷയിൽ നിന്നുള്ള സുരക്ഷിതത്താണ്. കൊടുക്കണ സക്കാത്ത് എങ്ങനെയെങ്കിലും കൊടുത്താൽ പോരാ. നമ്മളടുത്ത് കോടികളുടെ ബാങ്ക് ബാലൻസ് ഉണ്ടാകും, ചിലപ്പോൾ ലക്ഷങ്ങളുടേതുണ്ടാകും, ആയിരങ്ങളുടേതുണ്ടാകും, നൂറുകളുടേതുണ്ടാകും. ചെക്ക് ബുക്കിന്റെ ചതുരക്കള്ളിയിൽ എഴുതി എടുക്കാനുള്ള ആ തുകകൾ മുഴുവൻ ഉപേക്ഷിച്ച് 3 കഷ്ണം പരുത്തിത്തുണിയുടെ പരിമിതിയിലേക്ക് നമ്മൾ ചുരുങ്ങാണ്, അല്ലേ? ബ്രാൻഡഡ് ഷർട്ട് മാത്രം ഇട്ടിരുന്ന ആള് ആരോ മുറിച്ചു കൊണ്ടുവന്ന 3 കഷ്ണം തുണിക്ക് മാറുകയാണ്. പെർഫ്യൂംസ് ഉപയോഗിച്ചിരുന്ന ആള് ആ പെർഫ്യൂംസ് ഒക്കെ ഒഴിവാക്കിയിട്ട് കർപ്പൂരത്തിന്റെ മണത്തിലേക്ക് അയാളുടെ ബോഡി മാറുകയാണ്. ഫാൻസി കാറുകൾ മാത്രം, മാറി മാറി വരുന്ന കാറുകൾ ഓരോന്നോരോന്ന് പരീക്ഷിച്ച ആള് നാട്ടിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യനെ കൊണ്ട് അതേ മയ്യിത്തും കെട്ടിലിൽ ആൾക്കൂട്ടത്തിന്റെ അങ്ങേ തലക്കൽ അങ്ങനെ ആടി ഉലഞ്ഞ് അത് പള്ളിക്കാട്ടിലേക്ക് പോവാണ്. പുഴുക്കളാണ് പിന്നെ അവനെ കഴിക്കാനുള്ളത്, പുഴുക്കൾക്കുള്ള വിഭവമാണ് അവൻ. ഇതൊക്കെ എപ്പോഴാ? ഒരു ചെറിയ നിമിഷത്തെ വ്യത്യാസം കൊണ്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേന് ചിലപ്പോൾ ഇതായിരിക്കും സംഭവിക്കണേ. അടുത്ത് കിടക്കുന്ന ഭാര്യ പോലും അറിയില്ല ചിലപ്പോൾ മരണം. നെഞ്ചത്തമർത്തി പിടിച്ച് മരിച്ച് വാ പൊളിച്ച് രാവിലെ കിടക്കുമ്പോഴായിരിക്കും ഭാര്യ പോലും ഇതറിയണത്, ഭർത്താവ് പോലും ഇതറിയണത്, ഉമ്മയും ബാപ്പയും പോലും ഇതറിയണത്. അത്ര ലളിതാണ് സഹോദരന്മാരെ. അമലു സ്വാലിഹാത്തിന്റെ ഏറ്റവും വലിയ ഒരു ഗുണം, അതുകൂടി പറഞ്ഞ ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അമലു സ്വാലിഹാത്തിന്റെ ഏറ്റവും വലിയ മറ്റൊരു ഗുണം എന്താ അറിയോ? മരണത്തിന്റെ സമയത്തുള്ള വല്ലാത്തൊരു സംഭവമുണ്ട്. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം അതെന്താ? ഒരു വ്യക്തി വിശ്വാസിയായി മരിക്കുകയാണെങ്കിൽ അവൻ മരിക്കാൻ നേരത്ത്
പിന്നെ റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ വന്നിരിക്കും. മരണത്തിന്റെ കുറച്ച് മുമ്പ് ഇങ്ങനെ വന്നിരുന്നിട്ട് അവന് കാണാവുന്ന ദൂരത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ്. കാണാവുന്ന ദൂരത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അവന് കൊടുക്കുന്നൊരു സന്തോഷ വാർത്ത ഉണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. അതാണ് 1.5 വയസ്സായ കുട്ടി പുറത്താണ്, ആശുപത്രി കട്ടിലിൽ കിടക്കുകയാണ്. മലക്കുൽ മൗത്തിനെ ഇങ്ങനെ കാണുകയാണ്. വല്ല ടെൻഷനും ഉണ്ടാകോ? പേടിക്കണ്ടട്ടോ, വിഷമിക്കണ്ട. നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്ന മലക്കുകളാണ് ഞങ്ങൾ. ജീവിതത്തിൽ ആദ്യമായിട്ട് മലക്കിനെ കാണുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് മലക്കിനെ കാണുകയാണ് സഹോദരന്മാരെ. ഏതോ ഒരു ടിപ്പർ ലോറിയുടെ ചക്രത്തിന്റെ താഴെ ഒന്നിറങ്ങി, എഡ്ജിറങ്ങി നേരെ കുണ്ടിലേക്ക് വണ്ടി മറിഞ്ഞു. സീറ്റിന്റെ സ്റ്റിയറിംഗിന്റെ ഇടയിൽ കിടന്നിട്ട് അയാൾ അവസാനിക്കുകയാണ്. കുടുംബത്തിന്റെ മധ്യത്തിൽ അയാൾ അവസാനിക്കുകയാണ്. മെഡിക്കൽ ഉപകരണങ്ങൾക്ക് അരികിൽ അയാൾ അവസാനിക്കണം. ആടിയുടെ അഗാധതയിലേക്ക് അയാൾ ആണ്ടുപോവുകയാണ്. അവിടെയൊക്കെ റഹ്മത്തിന്റെ മലക്ക് അയാൾക്ക് കാവലായിട്ടുണ്ടാകും. അമലു സ്വാലിഹാത്ത് ജീവിതത്തിലുള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഈ ഒരു അംഗീകാരം. അതുകൊണ്ട് ഈ ഭാഗം കേട്ട നമുക്ക് ഇന്ന് എടുക്കാവുന്ന തീരുമാനം എന്താണ്? നമ്മളൊന്നിങ്ങനെ കണക്കൂട്ടി വെക്കണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ സ്ഥിരമായി പുതിയതായി ചിട്ടപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ എന്തൊക്കെ കഴിവിനെ ഇസ്ലാമിന് കൊടുക്കാൻ പറ്റും? എൻ്റെ പ്ലാനിങ് വൈഭവം ഇസ്ലാമിന് ആവശ്യമുണ്ട്, അല്ലേ? ഇസ്ലാമിന് ആവശ്യമുണ്ട്. എൻ്റെ കൂർമ്മബുദ്ധി ഇസ്ലാമിന് ആവശ്യമുണ്ട്. എൻ്റെ ആരോഗ്യം, എൻ്റെ സമയം, എൻ്റെ സമ്പത്ത്, ഇതൊക്കെ ഇസ്ലാമിന് ആവശ്യമുള്ള കാലത്ത് നമ്മൾ ജീവിക്കണം. ഇസ്ലാമിന് ആവശ്യമുള്ള കാലത്ത് നിങ്ങൾ നോക്ക്, പ്രവാചകനെ ഒരു കവി ഏറ്റവും മോശമായ ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ അത് പെണ്ണുപിടിയെന്നോ കൊലയാളിയെന്നൊന്നും വിളിച്ചിട്ടില്ല. ജിന്ന് ബാധിച്ച ഒരു മാനസിക രോഗിയാണെന്നേ ആക്ഷേപിച്ചിട്ടുള്ളൂ. പ്രവാചകന്റെ മനസ്സ് നൊന്തു. പ്രവാചകൻ ചോദിച്ചു, ആരാണ് അയാൾക്ക് കവിത കൊണ്ട് മറുപടി കൊടുക്കുക? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ മനസ്സ് എത്രത്തോളം വേദനിക്കും. എന്നിട്ട് അതൊന്നും നമ്മൾ അജണ്ടയെ അല്ല എന്ന് പറയുമ്പോഴൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവർ പോലും പ്രബോധന രംഗത്തോ ദീനീ രംഗത്തോ ഒന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒറ്റക്ക് പോരുകയാണ്. നമ്മളൊന്ന് പോരുമ്പോൾ അയലോകത്തെ മുസ്തഫാനെയും ആയിഷക്കുട്ടിനെയും നമ്മളൊന്ന് വിളിച്ചു നോക്കിയിട്ടില്ല. ഒരു പോരൂല നമ്മൾ അവിടെ വിചാരിച്ചിരിക്കണം ആദ്യം തന്നെ. അതിനാണ് ഈ പറച്ചിൽ പറഞ്ഞത്. ഏത് പറച്ചിൽ? മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പോയപ്പോൾ കടലിൽ മുങ്ങിച്ചാകുന്ന ഉറപ്പുള്ള ഫിറൗനെ വിളിച്ചപ്പോൾ മാറിയാലോ എന്ന് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. നമുക്ക് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് നമ്മൾ പറയണേ, അല്ലേ? ശരിക്കും മൂസ അലൈഹി ഇസ്ലാമൊക്കെ വിക്കുണ്ടായിരുന്നു. മൂസ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ആ മൂസ അലൈഹി ഇസ്ലാമിനെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ അത്തരം എല്ലാ ചിന്തകളെയും പിശാചുണ്ടാക്കുന്ന എല്ലാ കെട്ടുകളെയും പൊട്ടിക്കാണ് ശൈത്താൻ. നമ്മളല്ലേ ഇത് പറയണത്? ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. നമ്മളാണ് പറയാൻ തുടങ്ങിയ ബാക്കി പടച്ചവനാണ് സഹായിക്കും. ഇന്നലെ ഞാൻ പീസ് റേഡിയോ ഗ്രൂപ്പിലൊരു ഓഡിയോ കണ്ടു. എന്താ അറിയോ? മുണ്ടാൻ കഴിയാത്തൊരു കുട്ടി, സംസാര വൈഭവം ഒട്ടും ഇല്ലാത്തൊരു കുട്ടി പീസ് റേഡിയോ ഫാമിലി ക്യൂസിൽ പങ്കെടുക്കുകയാണ്. എങ്ങനെ പങ്കെടുക്കണ അറിയോ? അമ്മക്കൊരു 1000 സല്യൂട്ട് കൊടുക്കാൻ തോന്നിയിട്ടു എനിക്ക്. എനിക്കുണ്ട് 5 കുട്ടികൾ. നമ്മളെ കുട്ടികളുടെ സംസാരത്തിൽ ഓരോ കൊച്ചു കൊച്ചു വാക്കുകളും വരുമ്പോൾ നമ്മൾ അതെത്ര ആഘോഷിക്കും പ്രിയപ്പെട്ടവരെ, എത്ര ആഘോഷിക്കും. എനിക്ക് വളരെ ചെറിയ പ്രായത്തിൽ 2 കുട്ടികളുണ്ട്. എൻ്റെ വാട്സപ്പ് ഇങ്ങനെ എപ്പോൾ എടുത്തു നോക്കി കഴിഞ്ഞാലും വീട്ടിൽ നിന്നുള്ള അപ്ഡേഷൻ ഇങ്ങനെ ഉണ്ടാവും. വീട്ടിലില്ലെങ്കിലും വീട്ടിലുള്ളതുപോലെ ആകുക എന്നുള്ള ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ കുറിച്ചിട്ടുള്ള ഓരോ സന്തോഷങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇട്ടുന്നിട്ടുണ്ടാവും. ഈ കുട്ടി ഉമ്മ എന്നൊരിക്കൽ പോലും വിളിക്കാത്തൊരു കുട്ടിനെ ആ ഉമ്മ പ്രോത്സാഹിപ്പിച്ചിട്ട് ക്വിസിൽ പങ്കെടുപ്പിക്കുകയാണ്. അപ്പം ചോദ്യം കേൾക്കും കുട്ടി, ചോദ്യം കേൾക്കും, അല്ലെങ്കിൽ ഉമ്മ ചോദ്യം ആംഗ്യം കൊണ്ട് മനസ്സിലാക്കി കൊടുക്കും. എങ്ങനെയാണെന്ന് എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല. എന്നിട്ട് കുട്ടി ആംഗ്യത്തിലൂടെ ഉമ്മക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കും. ആ ഉത്തരം ഉമ്മ പറയും. എത്രയോ കാലമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെയാണ് നമ്മൾ അറിയണത്. നമ്മളൊക്കെ നമ്മളെ കുട്ടിയൊക്കെ എന്താ സുഹൃത്തുക്കളെ ചെയ്തു കൊടുക്കണേ. ഞാനിപ്പോൾ അടുത്തനാട്ടിൽ നിന്ന് പാരൻറ്റിങ്ങിലുള്ളൊരു വിഷയം അവതരിപ്പിച്ചിട്ടാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ നമ്മളെ മക്കൾക്ക് ഒന്നും ചെയ്തു കൊടുക്കണില്ല. അവർ ശരിയായ ദിശയിലെത്താൻ അവർ ജീവിക്കുന്ന സാമൂഹിക പരിസരം അത്രയും ദുഷിച്ചതാണ്. അവിടേക്ക് നിരായുധരായി പറഞ്ഞേക്കാണ് നമ്മൾ. നമുക്ക് നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്, നമ്മുടെ ഓട്ടം, നമ്മുടെ പാച്ചിൽ, അതിൻ്റെ ഇടയ്ക്ക് കൃത്യമായൊരു വിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്നുണ്ടോ? മതവിദ്യാഭ്യാസം മദ്രസയിൽ പഠിച്ചിട്ട് രക്ഷപ്പെടാണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത്, പഠിപ്പിച്ചിട്ട്. അല്ലേ?
എന്നിട്ട് അവൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി വാങ്ങാൻ മോർച്ചറിക്ക് മുന്നിൽ കാത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡെസ്കിന്റെ ഇപ്പുറത്തെ റൂമിന്റെ അപ്പുറത്ത് കാത്തു നിൽക്കുന്ന മഹാദുരന്തത്തിന് വിധേയമായവർ എത്രയാളുണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ സമൂഹത്തിൽ. വഴി കാണിക്കേണ്ട രക്ഷിതാക്കൾ വഴി കാണിച്ചില്ല. അതുകൊണ്ട് നന്മകൾ നമുക്ക് ഇങ്ങനത്തെ കാര്യം ഉണ്ടാക്കണമെങ്കിൽ ഞാനിനി തിന്മകൾ കൂടി പറയാം. 50-നാണ് നിസ്കാരം, അരക്ക് തീരുന്നാണ് പറഞ്ഞത്. നമ്മൾ 25-ന് നിർത്തും ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ടോക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, മതപരമായ അറിവ് നേടാൻ അയാൾക്ക് കഴിയൂല എന്നാണ്. റബ്ബർ ബന്ദ് ഇട്ട പോലെ ഇങ്ങോട്ട് തിരിച്ചടിക്കും. കേൾക്കുമ്പോൾ ഒക്കെ ശരിയാകണം തോന്നും, പക്ഷെ സ്ഥിരമായ തിന്മകൾ ജീവിതത്തിലുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളെ എങ്ങനെ അതിൽ നിന്നിട്ട് മോചനം നേടാൻ ശ്രമിച്ചാലും പറ്റൂല. കാരണം ദീൻ അയാളുടെ അടുത്തേക്ക് ഒരിക്കലും എത്തൂല എന്നാണ്. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല വക്കീഅ് റഹിമഹുല്ലയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്താ? ശകൗതു ഇലാ വകീഇൻ മിൻ സൂഇ ഹിഫ്ദി ഫഅർശദനി അലാ തർക്കിൽ മആസി. ഇമാം ഷാഫിഈ റഹിമഹുല്ല പറയാണ്, അവരൊക്കെ ഒക്കെ ഹിഫ്ളാക്കലാണ്, ഒക്കെ ഹിഫ്ളാക്കൽ. നമ്മളെ ജാമിഅ അൽ ഹിന്ദിലെ കുട്ടികൾ എന്താ ചെയ്യുക? അവർ കിതാബൊക്കെ ഹിഫ്ളാക്കുകയാണ്. വലിയ വലിയ കിതാബുകളൊക്കെ അങ്ങനെ ഹിഫ്ളാക്കും. നമ്മളെ സൗദി എംബസിയുമായിട്ട് പിന്നെ ബന്ധപ്പെടുത്തി നടത്തിയൊരു മത്സരത്തിലൊരു മത്സരം എന്താ? മുത്തൂനിലെ മത്സരം. വലിയ ഗ്രന്ഥങ്ങൾ, അത് ഖുറാനൊക്കെ ചോദിക്കണമാതിരി നടക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ പറയും. ഉള്ളിൽ നമുക്ക് ആനന്ദമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ സ്ഥാപനം തുടങ്ങാനുള്ള അവിടെ അതിൻ്റെ ഭൂമി ആദ്യം കാണാൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ വലിയ പണ്ഡിതന്മാരെ കൂടെ 13 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും എനിക്ക് തോന്നുന്നത്. ഭയങ്കര അഭിമാനം തോന്നി നമുക്ക്, അല്ലേ? എന്താ? അപ്പം അങ്ങനെയാണ് പണ്ഡിതന്മാർ ചെയ്യുക. അവര് ഗ്രന്ഥങ്ങളുടെ ഹിഫ്ളാക്കുകയാണ് ചെയ്യുക, എല്ലാ ഗ്രന്ഥവും. അപ്പൊ ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞു, എനിക്കൊന്നും ഹിഫ്ളാകണില്ല. അപ്പൊ വക്കീ എന്താ പറഞ്ഞറിയോ? മആസി ഒഴിവാക്കിക്കോന്ന്, നിന്റെ ജീവിതത്തിലെ പാപങ്ങൾ ഒഴിവാക്കിക്കോന്ന്. മാത്രല്ല അലി ഇബ്നു ഹർഷമിനോട് ഇതേ പറഞ്ഞിട്ടുണ്ട്, സഅൽതു വക്കീഅൻ അൻ ദവാഇൽ ഹിഫ്ളി, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിൽ നിൽക്കണം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോ തർക്കുൽ മആസിയാണ് നിർദ്ദേശിച്ചത് എന്നാണ്. ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ കണ്ടപ്പോൾ പറഞ്ഞത്, ഇന്നി അറ അന്നല്ലാഹ ഖദ് അൽഖ അലാ ഖൽബിക നൂറൻ. അദ്ദേഹത്തിന്റെ ശിഷ്യനോട് പറയാണ്, അടുത്ത് വിളിച്ചിട്ട്, മോനെ, നിന്റെ ഉള്ളിൽ അള്ളാഹു വലിയൊരു വെളിച്ചിട്ടിട്ടുണ്ട്, എനിക്കറിയാം. നീ എൻ്റെ മുന്നിലിരിക്കുന്നത് പഠിക്കുന്ന ആളാണ്. എന്നിട്ട് പറയാ, ഫലാ തുത്ഫിഉഹു ബിദുൽമത്തിൽ മആസി, നീ ഒരിക്കലും പാപങ്ങളുടെ ഇരുട്ടുകൊണ്ട് അതിനെ കെടുത്തരുത്. അപ്പൊ സ്ഥിരമായി ചെയ്യുന്ന തിന്മകൾ, പ്രത്യേകിച്ചും ലൈംഗിക രംഗത്തെ വേണ്ടാത്തരങ്ങൾ, വൃത്തികെട്ട വീഡിയോകൾ കാണൽ. ഇമാം വക്കീ റഹിമഹുല്ല ഒരു പെണ്ണിന്റെ കണങ്കാല് കണ്ടിട്ട് ഒരു രാത്രി മുഴുവൻ ഇസ്തിഗ്ഫാർ ചെയ്തു എന്നാണ് സഹോദരന്മാരെ. ഒരു രാത്രി മുഴുവൻ ഇസ്തിഗ്ഫാർ ചെയ്തു, ഒറ്റ രാത്രി മുഴുവൻ, ഒരു രാത്രി ഒറ്റ കാഴ്ചക്ക് അദ്ദേഹം ഇസ്തിഗ്ഫാർ ചെയ്തു എന്നാണ്. അപ്പോ ഇമാം ലഹാക്ക് പറയുന്നുണ്ട്, മാമിൻ അഹദിൻ തഅല്ലമൽ ഖുർആന സുമ്മ നസിയഹു ഇല്ലാ ബിദംബിൻ യുഹ്ദിസുഹു. ഒരു വ്യക്തി ഖുർആൻ ഹിഫ്ളാക്കി പിന്നെ അത് മറന്നു. അത് എന്തുകൊണ്ടാണ്? അവൻ തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. വദാലിക ബിഅന്ന അല്ലാഹ തആല യഖൂൽ വമാ അസാബ മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീഹിം വയഅഫു അൻ കസീർ. വമാ അസാബ മിൻ മുസീബത്തിൻ, ഒരു ദുരന്തം ഉണ്ടാകുന്നില്ല, ഫബിമാ കസബത് ഐദീഹിം, അവരുടെ കൈകൾ ചെയ്തത് കൊണ്ടാണ്, അവർ തന്നെ ചെയ്ത കാര്യം കൊണ്ടാണ് ഓരോ വ്യക്തിക്കും ദുരന്തം ഉണ്ടാണ്. ഓൻ വീണാണ്ട് കൈയും കാലും ഒടിഞ്ഞത് എന്തുകൊണ്ടാ? അവൻ ചെയ്ത എന്തോ പ്രശ്നം കൊണ്ടാ. അവൻ അസുഖങ്ങൾ വന്നത് എന്തുകൊണ്ടാ? അവൻ ചെയ്ത എന്തോ പ്രശ്നം കൊണ്ടാണ്, അല്ല വെറുതെ വന്നോന്നല്ല. അപ്പോ പറയാണ്, വനിസിയാനുൽ ഖുർആനി മിൻ അഅലമിൽ മസായിബ്, ഖുർആൻ മറക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ദുരന്തല്ലേ? അല്ലാഹു പുറത്തു തരട്ടെ. അല്ല, എത്രയോ ഹിഫ്ള് നമ്മളൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പഠിക്കണ കാലത്ത് പരീക്ഷാ സമയത്ത് പഠിച്ച് ഉസ്താദന്മാർക്ക് നമ്മൾ ഓതി കൊടുക്കുന്നു, പിന്നെ അതുമായി ബന്ധമില്ലാതെ പോകുമ്പോൾ ഹിഫ്ള് നമ്മുടെ അടുത്ത് പോകുന്നു. അപ്പൊ ഇവിടെ പാപത്തിന്റെ ഒരു പ്രശ്നമാണ് ഈ പറയുന്നത്. പാപത്തിന്റെ ഒരു പ്രശ്നം എന്താ? ദീനിയായ ഒന്നും പഠിയില്ല. എത്ര ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്, എത്ര വഅള് കേൾക്കുന്നുണ്ട്, എത്ര ഖുത്തുബ കേൾക്കുന്നുണ്ട്. ഏത് ഖുത്തുബയിൽ എന്താണ് എന്നെ മാറ്റിയത്? ഖുർആൻ പറഞ്ഞത് തഖ്ശഇറു മിൻഹു ജുലൂദുല്ലദീന, പിന്നെ പാരായണം ചെയ്യുന്ന മനുഷ്യരുടെ രോമങ്ങൾ പോലും അറിയാവോത്ത് എന്നാണ്, രോമാഞ്ചമണിയുന്നാണ്. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, പിന്നെ ഹൃദയം മാത്രമല്ല അടങ്ങുക, അയാളുടെ രോമങ്ങൾ പോലും അള്ളാഹിന്റെ മുന്നിൽ കീഴടങ്ങുന്നതാണ്. സാദത്തുഹും ഈമാൻ എന്നാണ്, അവർക്ക് ഈമാൻ വർദ്ധിക്കുന്നതാണ്. കേട്ടോ, കഴിഞ്ഞ ഖുതുബക്ക് വേണ്ടി ഒരു വിഷയം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ വല്ലാതെ മനസ്സ് അസ്വസ്ഥായി.
കാരണം ഖുർആൻ നമുക്ക് തരുന്ന ഫീച്ചേഴ്സ്, ഖുർആൻ ഓതിയാൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ധാരാളം കാര്യമുണ്ട്. ആ കാര്യമൊക്കെ പടച്ചോനെ എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് ആലോചിക്കുമ്പോഴാണല്ലോ അതിൻ്റെ പരിഹാരം എന്താണെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം പാപങ്ങളെടുത്ത് ഒഴിവാക്കൽ തന്നെയാണ്. പാപങ്ങളെടുത്ത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അത് പറ്റും. ഏത് വലിയ തിന്മയാണെങ്കിലും അതിന് ചില പ്രാക്ടീസുകളുണ്ട്. 80 കിലോ ഉള്ള ഒരാളോട് ഡോക്ടർ പറയണേ നിങ്ങൾ 60 കിലോയ്ക്ക് ചുരുക്കണം. അയാൾ എന്തൊക്കെ ചെയ്യും? അയാൾ ഒരുപാട് പണി ചെയ്യും. അയാൾ ഡയറ്റ് സെറ്റ് ചെയ്യും, പ്രത്യേകതരം ഭക്ഷണം തിരഞ്ഞെടുക്കും, അയാളെ ജിമ്മിൽ പോകും, അയാളെ ഇത്ര സമയം നടക്കും, അല്ലെ, അയാൾ ഇത്ര സമയത്ത് ഉറങ്ങും എന്ന് പറഞ്ഞ പോലെ ആ പാപത്തെ അങ്ങോട്ട് എടുത്തൊഴിവാക്കാൻ കുറേ കാര്യങ്ങൾ അയാൾക്ക് സെറ്റാക്കാനുണ്ട്. അത് സെറ്റാക്കിയ അയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ തീർച്ചയായും സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താ അറിയോ? ആരാധനകൾ നിർവഹിക്കാൻ പറ്റൂല എന്നാണ്. ഹസനുൽ ബസറിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ അബാ സഈദ് ഇന്നി അബീതു മുആഫി, ഞാൻ ഇന്നലെ നല്ല ആരോഗ്യവാനായിരുന്നു, ഞാൻ വളരെ ഫ്രഷ് ആയിരുന്നു. വഉഹിബ്ബു ഖിയാമൽ ലൈൽ, ഞാൻ ഖിയാമൽ ലൈലിനെ ഇഷ്ടപ്പെടുന്ന ആളുമാണ്. പക്ഷേ വഅഅദ്ദു തഹൂരി, ഞാൻ അങ്ങനെ ഖിയാമൽ ലൈലിന് വേണ്ടി ഒളുവൊക്കെ എടുക്കുകയും ചെയ്തു. പക്ഷേ ഫമാ ബാലി ല അഖൂം, ഞാൻ നിസ്കരിച്ചില്ല. അതിന് അദ്ദേഹം കൊടുത്ത ഉത്തരം എന്താ അറിയോ? ദംബുക ഖയ്യതുക്, നിന്റെ പാപമാണ് നിന്നെ ബന്ധിച്ചത്. പാപങ്ങൾ നിരന്തരം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇബാദത്തിന് പറ്റൂല. അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കാൻ കഴിയാത്തത് നിസ്കാരം കഴിഞ്ഞിട്ട്. അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ ശേഷമുള്ള അദ്കാറുകൾ ചൊല്ലാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഒരു 2 റക്അത്ത് അതിന്റെ മുമ്പും പിമ്പുള്ള സുന്നത്ത് നിർവഹിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് നല്ല മനോഹരമായ ഓഫറുകൾ, ദീനീ രംഗത്ത് ഓഫറുകൾ കിട്ടുമ്പോൾ ഇന്നൊരു കാര്യം ചെയ്തോളൂ, ഇന്നൊരു കാര്യങ്ങൾ ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സ്വതക്കക്ക് അവസ്ഥയുണ്ടായിട്ടും അയാൾക്ക് കൊടുക്കാൻ പറ്റാത്തത്. അല്ലാതെ അയാളെ ബിസിനസ്സിനെ ബാധിച്ചിട്ടൊന്നുമല്ല. ഇത് കൊടുത്താൽ ആ ബിസിനസ്സിനുള്ള പ്ലാനിങ് പടച്ചോണ്ടാക്കണ്ടല്ലേ, അല്ലേ? അത് പടച്ചോണ്ടാക്കണ്ടല്ലേ, അത് ഇയാളുണ്ടാക്കണ്ടല്ല, അല്ലേ? അയാളതിന് വേണ്ട കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുള്ളൂ, ബാക്കിയൊക്കെ പടച്ചോന്റെ അടുത്താണ്. അപ്പൊ പാപങ്ങൾ മനുഷ്യനെ ശക്തമായി തടഞ്ഞു നിർത്തുന്നതാണ്. ലാ തഫൂതു അഹദുൻ സലാത്തുൽ ജമാഅ ഇല്ലാ ബിദംബിൻ, ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ടോ അതിന്റെ കാരണം പാപമാണ് എന്നാണ്. മാത്രമല്ല മൂന്നാമത്തെ ഒരു കാര്യം, പാപം ചെയ്യുന്ന വ്യക്തിക്ക് ഉപജീവനത്തിൽ തന്നെ നഷ്ടം ഉണ്ടാകുന്നതാണ്. ജോലിയിലും കച്ചവടത്തിലും ബിസിനസ്സിലൊക്കെ തന്നെ നഷ്ടം വരും എന്നാണ്. ഇദാ റഅയ്ത അല്ലാഹ യുഅ്തിൽ അബ്ദ മിനദ് ദുനിയ അലാ മആസിഹി മാ യുഹിബ്ബു ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്. ثم تلا رسول الله صلى الله عليه وسلم فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا. ഈ അർത്ഥത്തിൽ വളരെ കൃത്യമായി ഗൗരവതരമായി ഈ വിഷയത്തെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇബാദത്തിന്റെ രുചി അയാൾക്ക് നഷ്ടപ്പെടും എന്നാണ്. ഇബാദത്തിനൊരു രുചിയുണ്ട്, ആരാധനയ്ക്കൊരു രുചിയുണ്ട്. പന്തളിക്ക് രുചിയില്ലേ? ഗെയിം കളിക്കണ കുട്ടിക്ക് കിട്ടുന്ന രുചിയില്ലേ? സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ ഒരു യാത്രയിൽ ഒന്നിച്ച് വർത്താനം പറഞ്ഞു പോകുമ്പോൾ മനസ്സിൽ ഇവിടെ കിട്ടുന്ന ഒരു സുഖല്ലേ? ആ സുഖം ആരാധനകൾക്ക് ഉണ്ടെന്നാണ്. ഒരാൾക്കൊരു സാമ്പത്തിക സഹായം കൊടുക്കുമ്പോൾ, അയാളുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു എന്നറിയുമ്പോൾ, അയാൾ ജീവിതത്തിലേക്ക് നടന്നു കയറി എന്നറിയുമ്പോൾ, അൽഹംദുലില്ലാ പടച്ചോനെ, അയാൾ ഇനി ജീവിക്കുന്നിടത്ത് എൻ്റെയും കൂടി ഒരു പങ്കുണ്ടല്ലോ, അയാൾ ചെല്ലണ തസ്ബീഹിനും തഹ്ലീലിൻ്റെ ഒക്കെ ഒരു ഓഹരി എനിക്കും കിട്ടുമല്ലോ. നമ്മൾ അയച്ചു കൊടുത്തൊരു ലിങ്ക് ഒരാൾ തുറന്നത് കേട്ടു എന്ന് കേൾക്കുമ്പോൾ ഒരു മനസ്സിക്ക് കിട്ടാനുള്ള വല്ലാത്തൊരു ആശ്വാസമുണ്ട്, ആസ്വാദനമുണ്ട്. ലാ തജിദു തഅമുൽ ഇബാദതി മൻ അസല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്നവർക്ക് അതൊരിക്കലും ലഭിക്കുകയില്ല എന്നാണ്. അതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുകയില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിന്നെ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല നമുക്ക് കാണാൻ പറ്റും, ബനു ഇസ്രായേലികളിൽപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ, അദ്ദേഹം പടച്ചോനോട് പറഞ്ഞു, പടച്ചോനെ കം ഉസീഖ്, ഞാൻ നിന്നോട് എത്ര വലിയ ധിക്കാരങ്ങളാണ് ചെയ്തത്, പക്ഷേ നീ ഇന്ന് വരെ എന്നെ ശിക്ഷിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവര് പ്രവാചകന് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് വാർത്ത വന്നു എന്നാണ്. എന്ത്? ഞാൻ നിന്നെ എന്ന് ശിക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. നീയും നിന്റെ റബ്ബും തമ്മിലുള്ള മുനാജാത്തിൽ വല്ല ഫീലിംഗ് ഉണ്ട് എനിക്ക്? അടുത്തൊരു സുഹൃത്തിനോടൊരു സങ്കടം പറയുമ്പോൾ കണ്ണ് നനയും, അവൻ നമ്മളെ ചേർത്ത് പിടിക്കും. ഞാൻ അല്ലടാ, നീ എന്തിനെ പേടിക്കണേ? നിന്റെതൊക്കെ വിറ്റ് തീർന്ന എൻ്റെത് വിറ്റിട്ട് നമ്മളെ നിന്റെ കുട്ടിനെ ചികിത്സിക്കൂലേ, നീ ഇങ്ങനെ കരഞ്ഞാലോ എന്ന് പറയുമ്പോൾ അയാളിലേക്ക് നമ്മളിങ്ങനെ ചാരി നിൽക്കും.
ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. എന്തൊരായത്താണത്! നാമാണ് മനുഷ്യനെ പടച്ചത്. സൂക്ഷ്മമായ ബീജ പിന്നെ ഗണങ്ങളുടെ അണ്ടങ്ങളുടെ കൂടിച്ചേരലിലൂടെ മനുഷ്യനുണ്ടാക്കിയത് നാമാണ്. അവൻ്റെ ഉള്ളിലെ എല്ലാ സങ്കടവും എനിക്കറിയാം. അവൻ്റെ കണ്ഠനാടിയോളം ഞാൻ അടുത്തവനാണ്, അല്ലേ? ആ ഫീലിങ്ങോടുകൂടെ റബ്ബിനോട് വർത്തമാനം പറയാൻ സഹോദരങ്ങളെ നമുക്ക് പറ്റുന്നുണ്ടോ? മഹാനായ ഈ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയാണ്, ദിക്റിലുള്ള ആസ്വാദനം നഷ്ടപ്പെടും. അതിങ്ങനെ വിരലിലൊരു അനക്കം മാത്രമാകും. മറ്റേത് അല്ലാഹു അക്ബർ തന്നെയാണെന്ന് ഉൾക്കൊണ്ട് ദിക്റ് ചൊല്ലും. ഇനി തീർന്നില്ല, പാപങ്ങളുടെ മറ്റൊരു പ്രശ്നം എന്താ അറിയോ? എല്ലാറ്റിനുമുള്ള ബർക്കത്ത് നഷ്ടപ്പെടലാണ്. എല്ലാറ്റിലുള്ള ബർക്കത്ത് നഷ്ടപ്പെടും. ഒക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാകും, ഒന്നിലും ഒരു പെർഫെക്ഷൻ കിട്ടാതെ എല്ലാറ്റിലുമുള്ള ബർക്കത്ത് നഷ്ടപ്പെടും. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ സഹോദരന്മാരെ നമുക്ക് കാണാൻ പറ്റും. പാപങ്ങൾ എണ്ണി പറയണമെങ്കിൽ ഇനിയും ധാരാളം വിഷയങ്ങൾ എണ്ണി പറയാൻ പറ്റും. പാപങ്ങൾ നമുക്കുണ്ടാക്കുന്ന പരിക്കുകൾ അത്ര വലുതാണ്. ചിലതിന് ദുന്യാവിൽ നിന്ന് തന്നെ നമുക്ക് ശിക്ഷ കിട്ടും. പ്രത്യേകിച്ച് വ്യക്തികളുമായൊക്കെ ബന്ധപ്പെട്ടതാണെങ്കിൽ, അവരെ നമ്മൾ വേദനിപ്പിച്ചതാണെങ്കിൽ അവർ നടത്തുന്ന പ്രാർത്ഥന വഴി വലിയ ശിക്ഷകളെ ഒരുപക്ഷെ നമ്മൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് സംസാരത്തിലും ഇടപെടലിലും പെരുമാറ്റത്തിലൊക്കെ സൂക്ഷ്മത കാണിക്കുക. പിന്നെ അമൽ സാലിഹാത്ത് ചെയ്യുമ്പോൾ അത് റിയായിലേക്ക് എത്താതെ നോക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഒരു താബിഈനെ കുറിച്ച് പറഞ്ഞ എന്താ അറിയോ? അദ്ദേഹം 20 കൊല്ലം സ്വന്തം റൂമിൽ രാത്രി കരഞ്ഞ് നിസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അറിഞ്ഞില്ല എന്നാണ്. 20 കൊല്ലം സ്വന്തം റൂമിൽ നിസ്കരിച്ചിട്ട് ഭാര്യ പോലും അറിയണ്ടെന്ന് അദ്ദേഹം ബോധപൂർവം വിചാരിച്ച് നിസ്കരിച്ചു എന്നാണ്. അത്ര അമലുകളെ ഗോപ്യമാക്കി ചെയ്യാൻ പരിശ്രമിച്ചു എന്നാണ്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞത്, റമദാനാണ്, നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ചില തിന്മകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഡിക്ഷനായി വളർന്നിട്ടുണ്ടാകും. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്കൊരാൾ നമ്മളെ സഹായിക്കേണ്ടി വരും. കിണറ്റിൽ വീണ ഒരാളെ പോലെയാണ്, ഒന്ന് കൈ തരേണ്ടി വരും, അല്ലേ? ഇപ്പോൾ നമ്മൾ ഇവിടെ പെരിന്തൽമണ്ണ നമ്മൾ ലാസ്റ്റ് സംഘടിപ്പിച്ച ടോക്ക് ഷോ കഴിഞ്ഞപ്പോൾ ഒരാൾ ഒന്ന് ശരിയാക്കണമെന്ന് മാറണം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് നേരത്തെ ഓർമ്മയുണ്ട്, ഇവിടെ നമ്മൾ പരിപാടിയൊക്കെ വെക്കുമ്പോൾ ഉസ്താദേ മാറണം എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ രാവിലെ വിളിച്ച് നോക്കുമ്പോൾ വലിയ ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാല്. അപ്പം അങ്ങനെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. പക്ഷേ ആ ചെറുപ്പക്കാരൻ ഇന്ന് നമ്മുടെ ന്യൂ ഹോപ്പിൽ പോയി. ഞാൻ അദ്ദേഹത്തെ അവിടെ പോയി കണ്ടിരുന്നു. അദ്ദേഹത്തോട് ദീർഘമായി സംസാരിച്ചു. പ്രത്യേകിച്ചും പെൺകുട്ടികളിലേക്ക് ലഹരി എത്തുമ്പോൾ അതെങ്ങനെ എത്തുന്നു എന്നത് മനസ്സിലാക്കുക എന്നുള്ളത് വലിയൊരു ഏരിയയാണ്. അപ്പോൾ ആ ഏരിയ അദ്ദേഹത്തോട് കുറച്ചുകൂടി ചർച്ച ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ പോയി കണ്ടത്. ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇങ്ങനെയാണ് നിന്നിട്ട് അയാൾ അങ്ങനെ തീരുമാനം എടുത്തു. ഉള്ളിലിങ്ങനെ ഒരു മനസ്സുണ്ട് ഇതിനൊക്കെ കുറിച്ച്. ആർക്കും ഉണ്ടാകുക മനസ്സ്, ഉപയോഗിക്കണം ആർക്കും ഉണ്ടാകും. അയാൾക്ക് മാത്രമൊന്നുമല്ല. അയാൾ ഇങ്ങനെ പറയേണ്ട, 1 കൊല്ലമായിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ആദ്യം ഉപയോഗിച്ച ദിവസം മുതൽ ഓരോ ലഹരി ഉപയോഗിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട്. വിശുദ്ധ യൂത്ത് അതിൻ്റെ ഡി അഡിക്ഷൻ പ്രൊജക്റ്റ് നടപ്പിലാക്കേണ്ട സമയമാണിപ്പോൾ. വളരെ സ്വകാര്യമായ പ്രൊജക്റ്റ് അപ്പൊക്കെ നടക്കുന്നത്, ഭയങ്കര പബ്ലിസിറ്റി ഇല്ലാത്ത. അതുകൊണ്ട് നമുക്കൊക്കെ നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരുടെ അടുത്ത് ചെന്നിടാനൊക്കെ ആലോചിച്ചൂടെ എന്ന് ചോദിക്കണം. എനിക്കറിയാം, ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി, അവളെ മാത്രം ഇങ്ങനെ മാറ്റി നിർത്തി കുട്ടികൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് ആ കുട്ടീനെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. നല്ലൊരു മദ്യപാനിയുടെ മോളാണ്. അയാളോട് പോയി ചോദിക്കുമ്പോഴേ അയാൾക്ക് കുട്ടീൻ്റെ ക്ലാസ് അറിയില്ല, ആ കുട്ടിക്കൊരു ഡ്രസ്സ് വാങ്ങി കൊടുത്തിട്ടില്ല. ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞു. അയാൾക്ക് മാറണം എന്നുണ്ട്. ഒരു റമദാൻ മാസം അവിടുത്തെ പ്രധാന ആളുകളോടൊക്കെ പറഞ്ഞു, ഇന്ന ആളൊന്ന് വരും, എല്ലാവരും ഒന്ന് കാര്യമായിട്ട് കൈകാര്യം ചെയ്യണം. ഒരാളെ മദ്യപാനിയാണെങ്കിൽ പിന്നെ അയാളെ മാറ്റി നിർത്തലാണ് നമ്മൾ. അയാൾ രോഗിയാണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവിടുത്തെ വലിയ ആചാര്യ അങ്ങോട്ട് പേര് വിളിച്ചിട്ട് ചേർത്തുട്ടി പിടിച്ചു. ഇങ്ങനെ തന്നെടാ ശരിയാ കാരണം, ഒറ്റ വാക്ക്. അതെന്തൊരു നല്ല വാക്കാണ്, അല്ലേ? അതൊരു വല്ലാത്ത വാക്കാണ്. അപ്പം അങ്ങനത്തെ മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കണം. ഇപ്പം ഇപ്പം നമ്മളെ സമ്മേളനത്തിൽ ഇവിടുത്തെ മലപ്പുറത്തെ സമ്മേളനത്തിൽ PC മുസ്തഫ സാഹിബിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. പലിശയില്ലാതെ എങ്ങനെ ബിസിനസ് കൊണ്ടുപോകാം. അയാൾ ഭയങ്കര ബില്യണറാണ്, ഭയങ്കര കോടിക്കണക്കിന് രൂപയുടെ 600 കോടിൻ്റെ ഒക്കെ ബിസിനസ്സുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ടോക്ക് കേട്ടിട്ട് ചില ആളുകൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു, സമ്പന്നരായ ആളുകൾ തന്നെ, പലിശയില്ലാതെ എങ്ങനെയാണ് ബിസിനസ് നടത്തുക എന്നുള്ളത് പറഞ്ഞിരുന്നിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ റമദാനിലെ എല്ലാ ദിവസവും അസറിന് ശേഷം മഗ്രിബ് വരെയുള്ള സമയം വ്യക്തികൾക്ക് സ്വകാര്യമായി അവരുടെ ബിസിനസ് കാര്യം ഡിസ്കസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്, ആളുകൾ വന്നോട്ടെ. എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ട്
ഏത് പലിശ എടുത്ത ആളെയും അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള സൊല്യൂഷൻസ് ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം അങ്ങനെ എത്ബിസ് എന്നുള്ള പേരിൽ, എത്തിക്കലായ ബിസിനസ്, എത്ബിസ് എന്നുള്ള പേരിലുള്ള ഒരു പ്രൊജക്റ്റ് വിസ്റ്റൺ യൂത്ത് ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിനിയാന്നൊരു ടെക്സ്റ്റൈൽസ് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു വന്നത്. ഭയങ്കര സമ്പന്നനൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം ബിസിനസ്സായിട്ട് പോകുന്ന ഒരാളാണ്. പക്ഷേ അയാൾക്ക് പലിശ ഉണ്ട്. അതിൻ്റെ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒരു പണ്ഡിതനുണ്ടാകും, ഈ മുസ്തഫ സാഹിബ് ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഹംസ മദീനി പങ്കെടുത്തു, ഇന്നലെ സാദിഖ് മദീനി പങ്കെടുത്തു, ഇന്ന് വേറൊരാളുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളെ സമൂഹത്തിലേക്ക് എത്തിക്കണം, ആളുകളെ മോചിപ്പിക്കണം. ഇസ്ലാമിക് ഫിനാൻസ് എന്നുള്ള നല്ലൊരു സംഭവം ഇവിടെ ഉണ്ട്. അതിൻ്റെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് വിജയകരമായി നമുക്കിതൊക്കെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് പ്രായോഗികമായി തെളിയിക്കണം. പലിശയില്ല, പലിശ പറ്റില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അതാണ് വിസ്ഡം യൂത്തിന്റെ പോളിസി. പലിശയില്ല, പലിശ പറ്റില്ല എന്ന് മാത്രമല്ല, പലിശയില്ലാതെ എങ്ങനെ അത് ചെയ്തവർ, അതിൽ വിജയിച്ചവർ, അവരുടെയൊക്കെ സമയത്തിന് വലിയ വില ഉണ്ട്. പക്ഷെ അവരതൊരു ഇബാദത്താക്കിയിട്ട് എടുക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ ഇടപെടേണ്ട. പീസ് റേഡിയോ അടക്കമുള്ള നമ്മുടെ സംരംഭങ്ങളെ സഹായിക്കേണ്ട ഒരു ഘട്ടമാണ്. പീസ് റേഡിയോക്ക് വേണ്ടി അൽഹംദുലില്ലാ അത് തുടങ്ങിയത് മുതൽക്ക് നമ്മളാകെ 2 ദിവസം മാത്രമേ എൻ്റെ പിരിവിന് ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ആളുകൾ ഇങ്ങോട്ട് അയച്ചു കൊടുക്കലാണ്. 50 റുപ്യ അയച്ചു തരുന്നവരുണ്ട്, മാസം 500 റുപ്യ അയച്ചു തരുന്നവരുണ്ട്, 25,000 അയച്ചു തരുന്നവരുണ്ട്, 1 ലക്ഷം അയച്ചു തരുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. സ്ഥിരമായി ചെയ്യുന്നതിന് വലിയൊരു കൂലിയുണ്ട്. അപ്പം നമുക്കും ഒരു 10 റുപ്യ നമ്മളെ ഗൂഗിൾ പേയിൽ നിന്ന് എന്നും അയക്കാം. 10,000 ആൾ 10 റുപ്യ വെച്ചാൽ വലിയൊരു പൈസയായില്ലേ. നമ്മൾ നല്ല സ്വസ്ഥമായി പോവുകയാണ്. അൽഹംദുലില്ലാ പീസ് റേഡിയോ എന്നുള്ള ഒരു സംരംഭത്തിലൂടെ തുടങ്ങി നമുക്കുള്ള എല്ലാ സെറ്റപ്പ് ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യണ ക്യാമറൻ്റെ കൂലി കിട്ടണ മനുഷ്യന്മാരുണ്ട്. മനസ്സിലായില്ലേ? വലിയ 6 ലക്ഷം റുപ്യേൻ്റെ മുതലാണ് ഇരിക്കുന്നത്. നമുക്ക് ഒരുപാട് മേഖലയിലേക്ക് നമുക്ക് എത്താനുണ്ട്, അല്ലേ? ഇസ്ലാമിൻ്റെ ശത്രു എല്ലാം കൊടുക്കുന്നത് ഏറ്റവും ടോപ്പായിട്ടാണ്. അപ്പം നമ്മളും കൊടുക്കേണ്ടത് ഏറ്റവും വണ്ടർഫുൾ ആയിട്ടാണ്, ഏറ്റവും ടോപ്പായിട്ടാണ്. നമ്മൾ അവരോട് ശരിക്കും യുദ്ധത്തിൽ തന്നെയാണ്, ഒരു സംശയമല്ല. പരമാവധി ഏരിയകളിലേക്ക് കടന്നു ചെല്ലണം. ഈ ഹോളിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രൊഫൈസ് തുടങ്ങിയത്. പ്രൊഫൈസ് ഇന്ന് 2-3 എണ്ണം പിന്നിട്ടപ്പോൾ ഒരുപാട് മേഖലകളിൽ പുതിയ പ്രതിഭകളെ സമ്പാദിച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു യാത്രയിലാണ്. അതുകൊണ്ട് ഞാനിതൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റമദാൻ ചില പുതിയ പ്രതിജ്ഞകളുടെ ഘട്ടമാണ്. ചില ആളുകൾ പ്രതിജ്ഞയിൽ ഇങ്ങനെ നിൽക്കും, ഒരു സ്റ്റെപ്പ് മുന്നിൽ എടുത്തക്കൂല, അല്ലേ? ഒരു സ്റ്റെപ്പ് മുന്നിൽ എടുത്തക്കൂല. ഒരു നന്മ നഷ്ടപ്പെടുമ്പോൾ സ്വഹാബത്തിൻ്റെ റിയാക്ഷൻസ് കാണണം നമ്മൾ. ഒറ്റ നന്മ നഷ്ടപ്പെടുമ്പോൾ, ഈ ജനാസയുടെ കൂടെ പോകുന്ന ആൾക്ക് ഒരു ഖീറാത്ത് ഉണ്ട് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് ഭയങ്കര അത്ഭുതമായി. ആയിഷാ ബീവിൻ്റെ അടുത്ത് ഒരാളെ വിട്ടിട്ട് അങ്ങനെ തന്നെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അത്ഭുതം കൊണ്ടേ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചരല് വാരിയിട്ട് നിലത്തെറിഞ്ഞു. ഞമ്മക്കൊക്കെ എത്ര കൂലിയ പോയത് എന്നാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു അസറു സല അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ പണിയെടുത്തിട്ട് നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം എന്താ ചെയ്തറിയോ? ആ കൃഷിസ്ഥലം ഇസ്ലാമിനോട് കൊടുത്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എൻ്റെ അസർ പോയാൽ അതെനിക്ക് വേണ്ടെന്നാണ്. അതുകൊണ്ട് ഞാൻ പറയണത്, ഈ റമദാനിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് നമ്മളെ നിസ്കാരത്തെ ഒന്ന് ട്രാക്ക് കയറ്റണം. അങ്ങനെ ഇന്നലെ ഇപ്പം എന്നോട് ഒരാൾ സംശയം ചോദിച്ചു, ഞാൻ ജമാഅത്തായി പള്ളിയിൽ നിന്ന് മാത്രമേ നമസ്കരിക്കുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷേ ഖുർആൻ ക്ലാസ് നടക്കുന്ന ദിവസം സെൻറ്ററിലാണല്ലോ നിസ്കരിക്കല്, അപ്പോൾ അതിൻ്റെ ഹുക്കും എന്താണെന്ന് ചോദിച്ചു. അത് സൂക്ഷ്മമായ പ്ലാനിങ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇപ്പം എനിക്കറിയാം, ഒരു സ്ഥലത്ത് പള്ളി ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ അത്രയൊന്നും സമ്പന്നനല്ലാത്തൊരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, ഇവിടുത്തെ കറണ്ടിൻ്റെ പൈസ എത്ര വരും? ആ കറണ്ടിൻ്റെ പൈസ ഞാനാണ് നിയത്താക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നിയത്താക്കട്ടെ, നിങ്ങൾക്ക് പറ്റണം അത്രയും നിങ്ങൾ കൊടുത്തോളി. കാരണം അതിന് മാത്രം ഒരു അവസ്ഥ എന്നുള്ള ആളല്ല അദ്ദേഹം. പിന്നെ അതുകൊണ്ട് ഇടങ്ങാറാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, അല്ലേ? പ്രവാചകൻ സ്വതക്ക പോയിട്ട് വന്ന ആൾക്കാരോട് അത്ര തരണ്ടാന്നും പറഞ്ഞിട്ടുണ്ട്. തരണമെന്ന് മാത്രമൊന്നുമല്ല പറഞ്ഞത്, തരണ്ടാന്നും പറഞ്ഞിട്ടുണ്ട്. അത്ര വേണ്ട, എൻ്റെ കുടുംബത്തെ ദരിദ്രമാക്കണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സുന്നത്ത് പാലിച്ച് ചെയ്തതാണ്. അപ്പോൾ അങ്ങനത്തത് എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്തി നിർവഹിക്കുക എന്നുള്ളതാണ്, അല്ലേ? ഞാൻ ഇന്ന് പറഞ്ഞ ഉമ്മി മോളും നല്ലൊരു മാതൃകയാണ്. ഉമ്മി മോളും ഒരു അടിപൊളി മാതൃകയാണ് നമുക്ക്. അങ്ങനെയുള്ള ഇപ്പോൾ ഹിഫ്ദിന്റെ കാര്യം ഞാൻ ഇവിടെ ഒരു സുഹൃത്തിൻ്റെ പറഞ്ഞു, അത് നമുക്ക് നല്ലൊരു മാതൃകയാണ്. അങ്ങനെയുള്ള 1000 മാതൃകകൾ നമുക്കിടയിൽ തന്നെ ഉണ്ട്. വളരെ സമ്പന്നനായ ഒരു മനുഷ്യൻ കോവിഡ് കാലത്ത് ഒരാൾക്ക് വലിയൊരു പൈസ ട്രാൻസ്ഫർ ചെയ്തു. അപ്പം എന്താണെന്ന് വെച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഹറമിൻ്റെ പരിസരത്തായിരുന്നു എൻ്റെ കച്ചവടം. ചൈന മാർക്കറ്റിൽ നിന്ന് സാധനം എടുത്തിട്ട് ജപ്പാൻ്റെ സീൽ വെച്ചിട്ട് കൊടുക്കും. പിന്നെ മനസ്സിലായി, തൗഹീദൊക്കെ ഉൾക്കൊണ്ടപ്പോൾ മനസ്സിലായി, ശതകോടി ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ വീടുകളിലേക്ക് ഈ പൈസ എത്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ സ്വത്ത്
സദഖ കൊടുത്ത് തീർക്കുകയാണ് വേണ്ടതെന്ന് എന്നോട് ഒരു ഷെയ്ഖ് പറഞ്ഞപ്പോൾ അതല്ലാതെ അത് എൻ്റെ പൈസയല്ല, അത് എത്രയോ പാവങ്ങളുടെ പൈസയാണ്, നിങ്ങൾ എനിക്ക് ഇസ്തിഗ്ഫാർ നടത്താമെന്ന് പറഞ്ഞു. MLM ബിസിനസ് സംബന്ധിച്ച് ഒരു പരിപാടി നമ്മൾ നടത്തി, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. നമ്മളെ സംഘടനക്കാണ് അതിന് പറ്റിയത്. നമ്മളെ സംഘടന എന്താ ചെയ്ത്, മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലുള്ള ആളുകളെ വിളിച്ചു വരുത്തി. വന്നപ്പോൾ അവർ പ്ലാൻ ചെയ്താൽ വന്നത്, എല്ലാ സംഘടന എന്നുള്ള പ്രതിനിധികളൊക്കെ വെച്ചിട്ട് പണ്ഡിതന്മാരുൾപ്പെടെ വെച്ചിട്ടാണ് വന്നത്. നമ്മളെ പണ്ഡിതന്മാരോട് സംസാരിച്ചപ്പോൾ നമ്മൾ പണ്ഡിതന്മാർക്ക് മനസ്സിലായി ഒരാഴ്ച പോലും വൈകിപ്പിക്കാൻ പറ്റില്ല ഈ വിഷയം പബ്ലിക്കിൽ പറയണം. വേറെ പല സംഘടനകൾക്കും അത് അവരെ നമ്മളായിട്ടൊക്കെ സംസാരിച്ചു. അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി തന്നെ ഇത്തരം ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കത് പറയാൻ പറ്റില്ല, അവരുടെ സംഘടന പ്രതിസന്ധിയിലാകുമെന്ന് മനസ്സിലായിട്ടും ഉണ്ടാക്കുകയാണ്. നമ്മളത് വളരെ പബ്ലിക്കായി അതിൻ്റെ പ്രശ്നങ്ങൾ പൊട്ടിച്ചു എന്ന് തന്നെ പറയണ്ടേ. ഒരു ചെറുപ്പക്കാരൻ ജാമിയ അൽ ഹിന്ദിൻ്റെ മല കയറുകയാണ്. എന്തിനറിയോ? അയാൾക്ക് സംശയം തീർത്ത് അത് പറ്റൂല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഒരധ്വാനം അല്ലാതെ 21 ലക്ഷം റുപ്യ എല്ലാ മാസവും കിട്ടണ അയാൾ അത് വേണ്ടാന്ന് വെച്ചു. ഞാൻ ഇത് ഉദ്ധരിക്കണം എന്തിനാ അറിയോ? സ്വഹാബത്തിൻ്റെ ചരിത്രത്തിൻ്റെ കൂടെ ഇത് പറയണം എന്തിനാ അറിയോ? പണ്ട് ഞാൻ പാലക്കാട് പ്രൊഫോണ് പ്രസംഗിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഈ മങ്കട ഭാഗത്തുള്ള ഒരു പയ്യൻ വന്നിട്ട് കെട്ടിയിട്ട് പിടിച്ചിട്ട് പറഞ്ഞു, മുത്ത റസൂലുള്ളാഹിന്റെ കാലത്ത് ആണ് ഞാൻ ജീവിച്ചിരുന്നെങ്കിലേ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആകുമായിരുന്നു, പടച്ചോൻ എന്നോട് വലിയ അനീതിയെ കാണിച്ച്. ഭയങ്കര കരച്ചിൽ. അപ്പോൾ അവൻ അവസാനപ്പെട്ട കേസ് എന്താ അറിയോ? ഫുട്പാത്തിലൂടെ അങ്ങനെ നടന്നു പോകുന്ന ഒരു പെണ്ണിനാണ് കയറി പിടിച്ചു, കഞ്ചാവ് അടിച്ചിട്ട്. ഒരുപാട് കേസുണ്ട്. അപ്പോൾ എവിടെയൊക്കെയോ മനസ്സിൽ തോന്നി ഏത് കുറ്റം ചെയ്യണവനും, ഏത് പാപിക്കും, ഏത് കൊലയാളിക്കും, അല്ലേ, ഏത് അക്രമിക്കും എന്ത് ചെയ്യുന്നറിയോ? ഒരു മനസ്സുണ്ടാകും. ആ മനസ്സാണ് പ്രബോധകൻ കാണേണ്ടത്. അയാളെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള മനസ്സാണ് പ്രബോധകൻ കാണേണ്ടത്. അപ്പോൾ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ എക്സ്പയറി ആയിട്ടില്ല എന്ന് പറയാൻ വേണ്ടി തന്നെയാണിത്. ഏതായാലും ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പീസ് റേഡിയോ അടക്കമുള്ള സംരംഭങ്ങളെ പരിഗണിക്കണമെന്ന് പറയണം. അത് ഇങ്ങനെ വലിയ ക്യാമ്പയിനായി ഓരോരുത്തർക്കും എത്തുന്ന ഒരു രീതിയൊന്നും പൊതുവെ നമ്മൾ സ്വീകരിക്കലില്ല. ഓരോരുത്തരും കണ്ടറിഞ്ഞ് കൊടുക്കാനുള്ളതൊക്കെ ഇന്ന് തന്നെയാണ് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ ഈ വിഷയം അവൾ പറയണത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ചാരിയായ കൂലികൾ പരമാവധി ഉണ്ടാക്കി വെക്കണം. നമ്മളെടുത്തുള്ളതൊക്കെ നമ്മൾ പിന്നെ എന്തൊക്കെയാണെങ്കിലും അതൊക്കെ നമ്മുടെ അടുത്ത തലമുറകൾക്ക് കൊടുക്കാനുള്ളതാണ്. നമ്മളെ ഖബറിൽ നുരുമ്പിയ എല്ലുകൾക്കപ്പുറത്തെ ആത്മാവിന് സുഖം കിട്ടുന്ന നമ്മളെ നമ്മളടുത്ത് വരുന്നതാണ്. നമ്മളെ അമലുസാലിഹാത്താണെങ്കിൽ അമലുസാലിഹാത്ത് ഭംഗിയിൽ നമ്മൾ എങ്ങനെയെന്ന് നമുക്കറിയില്ല. അമലുക്ക, ഞാൻ നിന്റെ അമലാന്ന് പറയും. തിന്മയാണെങ്കിൽ അതും വരും. ഖബറിൽ കൂട്ടിനുണ്ടാകും. അവിടെ കൂട്ടിനുണ്ടാകണം എന്നുള്ള നിയ്യത്തോടു കൂടെ നമ്മൾ കാര്യങ്ങളെ സമീപിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മുൻകഴിഞ്ഞു പോയ ആളുകൾക്കൊക്കെ അവരുടെ ഖബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഗസയിൽ ഒഴിഞ്ഞ ഭക്ഷണപാത്രവുമായി ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന കുഞ്ഞുങ്ങളെയും വിധവകളെയും അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. പോരാട്ട ഭൂമിയിൽ അവർക്ക് ഉൾക്കരുത്തിന് അള്ളാഹു കൊടുക്കുമാറാകട്ടെ. സധൈര്യം പോരാടി ഗസയുടെ ആകാശത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ സൂര്യൻ ഉദിക്കുന്ന നല്ല നാളെ കാണാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، ربنا اتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين، والحمد لله رب العالمين، وصلى الله عليه وسلم.